പൃഥ്വിരാജിന്റെ വണ്ടിയും അതേപോലെ തന്നെ ദുൽഖറിന്റെ വണ്ടിയൊക്കെ ഇടയ്ക്ക് വാർത്തകളിലൊക്കെ വന്നായിരുന്നു. ഇപ്പം ഏതാ മറ്റേ ഭൂട്ടാൻ വണ്ടി കടത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവരെയൊക്കെ വണ്ടി കളക്ഷന്റെ പ്രിയപ്പെട്ട ആൾക്കാരാണല്ലോ. അപ്പൊ ഇവരൊക്കെ കുറച്ച് വാർത്തകളിലൊക്കെ വന്ന് പല ആൾക്കാരും ഇതുപോലെ പല രീതിയിൽ കുടുങ്ങിയായിരുന്നു. അപ്പൊ നിങ്ങൾ അതിന്റെ ഭാഗമാണോ? ഒരിക്കലും അല്ല. ഓക്കെ. ദുൽഖറിനെ പോലെ ആളുകൾക്ക് എങ്ങനെയായിരിക്കും അത് പറ്റില്ല? ദുൽഖർ അവരൊക്കെ വാഹനത്തിന്റെ ഇഷ്ടം കൊണ്ട് വാങ്ങി പോകുന്നതാണ്. ഒരിക്കലും അവര് എന്തായാലും അവര് പറ്റിക്കപ്പെട്ടതായിരിക്കില്ലേ? 100%. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മളാരെങ്കിലും നിൽക്കും? ഇല്ലല്ലോ. പിന്നെ ഞാൻ പറയുന്നത്, സമൂഹത്തില് രണ്ടാളറിയുന്ന ഒരാളും ഇത്തരം ഒരു വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കില്ല. പിന്നെ ദുൽഖറിനെ പോലെ ഒരു ഞാൻ മനസ്സിലാക്കുന്ന ഒരു പരസ്യത്തിന് പോലും അദ്ദേഹം അത്രയും ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ നടത്തിയാണ് മുഖം കാണിക്കുള്ളൂ. അങ്ങനത്തെ ഒരു വ്യക്തി പറഞ്ഞാൽ ഇത് ഓരോ ചാനൽ രൂപപ്പെടുന്ന ഒരു പ്രാവശ്യം ഡീൽ ചെയ്യും, 2 പ്രാവശ്യം ഡീൽ ചെയ്യും, പിന്നെ ആ ചാനലിൻ്റെ ഉള്ളിൽ കള്ളം കയറും. നമസ്കാരം, മുജീബ് റഹ്മാൻ ടു ചാറ്റ് വിത്ത് ഭക്തൻ. യെസ്, മുജീബ് ഞങ്ങൾ കുറെ വർഷമായിട്ട് ഞങ്ങൾ പരിചയക്കാരാണ്. എത്ര വർഷമായി കാണും? ഒരു 8 വർഷമായി കാണും അല്ലേ? 8 വർഷം. 2018 തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. മുജീബ് ഒരു വണ്ടി കച്ചവടക്കാരനാണ്. അപ്പോൾ വണ്ടി കച്ചവടത്തെ പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെ പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, നമ്മൾ വണ്ടി കച്ചവടമാണല്ലോ ചെയ്യുന്നത് അല്ലേ? യെസ്. അപ്പോൾ വണ്ടി കച്ചവടത്തിൻ്റെ സാധ്യതകളും വണ്ടി കച്ചവടത്തിലെ എന്താ പറയുക പോസിറ്റീവ്സ് നെഗറ്റീവ്സ്, പിന്നെ അങ്ങനെ കാര്യങ്ങൾ, വണ്ടി എങ്ങനെ കച്ചവടം ചെയ്യാം, അങ്ങനെ വണ്ടി കച്ചവടം എങ്ങനെ തുടങ്ങാമെന്ന് വരെ നമുക്ക് പറഞ്ഞു തരും ഇല്ലേ? അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞു തരും. പിന്നെ റോയൽ ഡ്രൈവ് എന്ന് പറയുന്ന ഇവരുടെ സ്ഥാപനത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്കറിയാം. റോയൽ ഡ്രൈവ് ഉണ്ട്, റോയൽ ഡ്രൈവ് സ്മാർട്ട് ഉണ്ട്, റോയൽ ഡ്രൈവ് വർക്ക്ഷോപ്പ് ഉണ്ട്, ഇപ്പോൾ കെയർ, പിന്നെ റോയൽ ഡ്രൈവ് കാപ്പിക്കടയും തുടങ്ങിയിട്ടുണ്ട്, കഫേ അല്ലേ? അങ്ങനെ എല്ലാ മേഖലകളിലും റോയൽ ഡ്രൈവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു ടീം. യെസ്, താങ്കൾ അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. താങ്കളാണ് ഇത് ആരംഭിക്കുന്നത്. നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് കോഴിക്കോട് ബൈപ്പാസിലുള്ള ഇവരുടെ ഷോറൂമിൽ വെച്ചിട്ടാണ്. അന്ന് ഞാൻ പോയിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ ഇന്നും വി ആർ കണക്റ്റഡ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ പിന്നെ വന്ന് എറണാകുളത്ത് ഷോറൂം തുടങ്ങി, പിന്നെ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തുടങ്ങി, മലപ്പുറത്ത് തുടങ്ങി. മലപ്പുറത്താണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. കാലിക്കറ്റ് നിന്നാണ് നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നത് 2. പിന്നീട് അങ്ങോട്ട് എറണാകുളം വന്നു, തിരുവനന്തപുരം വന്നു. അപ്പോൾ കേരളത്തിൻ്റെ ഏകദേശം എല്ലായിടത്തും ഈസി ആയിട്ട് എത്തിപ്പെടുന്ന രീതിയിൽ വെൽ കണക്റ്റഡ് ആയിട്ട് റോയൽ ഡ്രൈവ് ആരംഭിച്ചു. എങ്ങനെയാണ് ആക്ച്വലി വണ്ടി കച്ചവടത്തിലേക്ക് വരുന്നത്? വണ്ടി കച്ചവടത്തിലേക്ക് വരുന്നത്, ഞാൻ പ്രവാസിയായിരുന്നു അന്ന്. നമ്മൾ പറഞ്ഞതുപോലെ പ്രവാസത്തിൻ്റെ ഇടയിൽ ഒരു ബ്രേക്കിന് വേണ്ടി നാട്ടിൽ വന്നതായിരുന്നു. അപ്പോൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ചിന്തകൾ നോക്കുമ്പോൾ ഞാൻ ബേസിക് ഒരു മൊബൈൽ ടെക്നീഷ്യൻ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പായിരുന്നു എനിക്ക് സൗദിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മലപ്പുറത്ത് തിരിച്ചു വന്നൊരു മൊബൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ഈ വണ്ടി എന്നുള്ളത് എൻ്റെ ഒരു പാഷനായിരുന്നു. അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്നു, അതിൻ്റെ കൂടെ അത് സെയിൽ ചെയ്യുന്നു എന്നൊരു കൺസെപ്റ്റ് തുടങ്ങി പരിപൂർണമായിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിനേക്കാൾ എൻ്റെ പാഷൻ ഇതായതുകൊണ്ട് തന്നെ, വണ്ടികളോട് ഇഷ്ടമായതുകൊണ്ട് അതിലോട്ട് കംപ്ലീറ്റ് ആയി മാറി. ആദ്യം വിൽക്കാൻ വേണ്ടി വാങ്ങിച്ച വണ്ടി ഏതാ? ആദ്യം വിൽക്കാൻ വേണ്ടി വാങ്ങിച്ച വണ്ടി ലാൻസറാണ് എൻ്റെ ഓർമ്മയിൽ. വാങ്ങിച്ചു? അത് ബെൽഗാമെന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് ഫുൾ പേയ്മെന്റ് കൊടുത്ത് വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നു? വാങ്ങിച്ചു. എന്താ വെച്ചാൽ സൗദി പോയി വന്ന ആ സമയത്ത് പ്രവാസി സംരംഭകനാണ്, പ്രവാസി റിട്ടേൺ സംരംഭകനാണ്. തീർച്ചയായിട്ടും. ഓക്കെ, ശരി. ആ ലാൻസർ കൊണ്ടുവന്നു. സത്യത്തിൽ അത് കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് എഞ്ചിൻ പണിയായി. അപ്പോഴേ പക്ഷെ എനിക്കറിയാം അത് എൻ്റെ ഇവാലുവേഷൻ മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് അറിയാം. പക്ഷെ ഞാൻ അവിടുന്ന് ഓടിച്ചാൽ വന്നത്. വരുന്ന വഴിയിലൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് അതിന് കംപ്ലൈൻറ്റ് വന്നു. ശരി. പിന്നെ അത് നമ്മൾ റിപ്പയർ ചെയ്ത് വിറ്റു. പ്രോഫിറ്റ് ഒന്നും വന്നില്ല. പക്ഷെ ഞാൻ അപ്പോഴേ തന്നെ അടുത്ത വണ്ടി പർച്ചേസ് ചെയ്ത് കാര്യങ്ങളും കുറച്ച് പഠിച്ചു കാണും. അതെ. ഇതിലേക്ക് വരാനുള്ള ഒരു ചെറിയ കാരണം, നമ്മളിപ്പോൾ ഒരു മലബാറിലൊരു ഏതൊരു വ്യക്തിക്കും എങ്ങനെ ഗൾഫിലെത്താമെന്നുള്ളതാണ് ആദ്യത്തെ മോഹം. SLC പാസ്സായതിനും എത്താൻ പറ്റുമെന്ന് പലരും ആഗ്രഹിക്കുന്നത്. അത് എൻ്റെയൊക്കെ ആ ഏജിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പുണ്ട്. നമുക്ക് ഇത്ര വയസ്സായാലേ പോകാൻ പറ്റുള്ളൂ, പാസ്പോർട്ട് എടുക്കണം. ആ ഗ്യാപ്പിൽ എൻ്റെ റിലേഷനിൽ പെട്ട എൻ്റെ ഒരു വളരെ അടുത്ത എൻ്റെ റിലേഷനിൽ പെട്ട ഒരു ആളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായി. ആ വർക്ക് ചൂസ് ചെയ്യാൻ കാരണം എനിക്ക് വാഹനങ്ങളുള്ള ഇഷ്ടമാണ്. അദ്ദേഹം RTO ഏജൻറ്റ് പ്ലസ് ഈ പ്രിയോണ്ട് കച്ചവടം അന്നത്തെ കാലത്ത്. ശരി. ഏത് വർഷമായിരുന്നത്? അത് എൻ്റെ വിശ്വാസം 99, 2000, 98, 99, 2000 ആ വർഷത്തിലാണ്.
കാരണം 96-ലാണ് SLC കഴിഞ്ഞു തോന്നുന്നത്. ശരി. അപ്പോൾ അന്ന് പോലെ വണ്ടി കച്ചവടത്തിലുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വണ്ടികൾ മാറി ഉപയോഗിക്കുന്ന വരും, റിലേഷൻ ആയതുകൊണ്ട് നമ്മൾ കാണും. അപ്പം ഞാൻ അപ്രോച്ച് ചെയ്തു. ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. ശരി. അതിൽ നിന്നാണ് ഇതിൻ്റെ ബാലപാഠം ശരിക്കും പഠിക്കുന്നത്. ഈവൻ RT ഓഫീസിലെ കാര്യങ്ങൾ എന്താണ്, RC ബുക്ക് എങ്ങനെ, അത് എന്തെല്ലാം നോക്കണം, അങ്ങനെ ഒരു ബേസിക് ഐഡിയ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പാസ്പോർട്ട് കിട്ടിയ വിസയ്ക്ക് ഞാൻ സൗദിയിൽ പോയി. അങ്ങനെ പോയിട്ടാണ് പിന്നെ അത് കഴിഞ്ഞൊരു 9 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് ഞാൻ ഈ മൊബൈൽ ഷോപ്പ് അതിൻ്റെ ഇടയിൽ സൗദിയിൽ മൊബൈൽ ഷോപ്പ് തുടങ്ങി. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് വന്ന് വീണ്ടും മലപ്പുറത്ത് മൊബൈൽ ഷോപ്പ് തുടങ്ങി. അങ്ങനെ മൊബൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഈ വാഹനങ്ങളോടുള്ള ഇഷ്ടമുണ്ട്. അതിൻ്റെ പഴയ അന്നത്തെ കുറേ എക്സ്പീരിയൻസും ആളുകളൊക്കെ അപ്പോഴും അവിടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഏത് വർഷമാണ് തിരിച്ചു വന്നത്? 2007-ലാണ് തിരിച്ചു വന്നത്. പക്ഷെ ഒരു വർഷം ഞാൻ ന്യൂട്രലായി നിന്നു. 2008-ലാണ് ഞാൻ ഈ വാഹനങ്ങൾ വാങ്ങാൻ തുടങ്ങി. ഒരു വർഷം ഞാൻ ഈ മൊബൈൽ ഷോപ്പ് കൊണ്ട് തന്നെ നടന്നു. അപ്പോൾ 2008 തൊട്ടാണ് ശരിക്കും ഇതിലോട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് എന്തായാലും പുറത്ത് പോയതുകൊണ്ട് ഭാഷ ഹിന്ദി എൻ്റെ കയ്യിൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴി അങ്ങനെ ഞാൻ മുംബൈ പോയി ആദ്യം വണ്ടി നോക്കാൻ. അങ്ങനെ അവിടുന്ന് മുംബൈയിൽ നിന്ന് വാഹനം എടുത്തു. അവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ മുംബൈ തിരഞ്ഞ് കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് കോലാപൂരായിരുന്നു. കോലാപൂരിൽ നിന്ന് തൊട്ടടുത്ത ബൽഗാം. ആ കെയർ ഓഫിൽ ബൽഗാം എന്നൊരു ലാൻസർ പർച്ചേസ് ചെയ്തു. അങ്ങനെയാണ് ആ വണ്ടി കൊണ്ടുവന്ന് നമ്മളത് ബാക്കി എങ്ങനെ NOC എടുക്കണം എന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഓൾറെഡി എൻ്റെ ഈ പഴയ എക്സ്പീരിയൻസ് കാരണം അങ്ങനെയാണ് ശരിക്കും ഇത് പ്രൊഫഷണലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരി. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. സ്റ്റാർട്ട്. അപ്പോൾ എങ്ങനെയാണ് റോയൽ ഡ്രൈവിലേക്ക് വരുന്നത്? റോയൽ ഡ്രൈവ് പിന്നെ ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ഇതിന് ബിസിനസ്സിന് നമുക്കൊരു ബിസിനസ് ചെയ്യണം. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡോക്ടർ ആവുന്നു, ഒരു എൻജിനീയർ ആവുന്നു, ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾ പഠനത്തിന് ശേഷം. അപ്പോൾ അന്ന് ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോഴ്സുകളൊക്കെ വന്നു. അപ്പം ഞാൻ അതിന് എങ്ങനെ ഒന്ന് തലയിട്ട് നോക്കും, എന്താണ് അവിടേക്ക് പറയുന്നത്, സംഭവിക്കുന്നത് അറിയാം. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായത് നമുക്ക് സമയം അറിയാതെ, നമ്മൾ ക്ഷീണിക്കാതെ, അല്ലെങ്കിൽ ക്ഷീണം അറിയാതെ, വിശപ്പറിയാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു മേഖല തിരഞ്ഞെടുത്താൽ നമുക്ക് കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അതിൽ. ശരി. അപ്പോൾ എനിക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല, അത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് വാഹനം എന്നുള്ള. അപ്പോൾ അതുവരെ ഞാൻ ധരിച്ചിരുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നു, അത് വിൽക്കുന്നു, ഇത്ര മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് മാറി ഇതിനൊരു പ്രോസസ്സ് ഉണ്ടാക്കണം, ഒരു SOP വേണം, ഇതിലൊരു HR ഡിപ്പാർട്ട്മെൻറ്റ് വേണം, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം, മാർക്കറ്റിംഗ് വേണം, IT വേണം, ഇങ്ങനെ ഇതിൻ്റെ എല്ലാ സ്തംഭങ്ങളെക്കുറിച്ച് പഠിക്കുകയും. അപ്പോൾ ഒരു വലിയ വിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആ വിഷൻ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്രാൻഡ് ബിൽഡ് ചെയ്താലാണ് നമുക്ക് അതൊരു യഥാർത്ഥത്തിലൊരു ബിസിനസ്സായി പോവുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ആ സമയത്താണ് വന്നത്. ശരി. ഇപ്പോൾ സുജിത്തിനെ കാണുന്ന 2018 തന്നെ ഞാൻ ഈ വിഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 2014 ഞാൻ എഴുതപ്പെട്ട വിഷയം, അന്ന് റോയൽ ഡ്രൈവ് എന്ന പേരില്ല, അതാണ് ഇന്ന് ഞങ്ങളുടെ ചുമരിൽ പേസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഇതിനൊരു നമ്മളുടെ ഒരു കാൽവെപ്പ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ അതായത് നമ്മളുടെ ഒരു കാൽപ്പാട് ഇവിടെ ബാക്കി വെച്ച് പോകണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് റോയൽ ഡ്രൈവ് എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നത്. ഇപ്പോൾ ഞാൻ 2008 മുതൽ 2015 വരെ ഞാൻ വളരെ ഫ്രീ ആയിട്ട് എൻ്റെ ഇഷ്ടം പോലെ സമയമുണ്ട്. അതിൽ നിന്നുള്ള ആ കംഫർട്ട് സോണിനെ പൊട്ടിച്ചിട്ടാണ് ആക്ച്വലി റോയൽ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങുന്നത്. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 2016 ഞങ്ങൾക്ക് ERP ഉണ്ട്, 2016 ഞങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 2019 ശേഷമാണ് പല ബിസിനസ് മോഡലുകളും വെബ്സൈറ്റിനെ കുറിച്ചൊക്കെ കൊറോണയ്ക്ക് ശേഷമാണ്, 20 ശേഷമൊക്കെയാണ് സജീവമായി ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അന്നേ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു റോബോട്ട് വരെ ഉണ്ടായിരുന്നു ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. ഏത് വർഷമായിരുന്നു? 2018. അപ്പോൾ നമ്മൾ ഏറ്റവും ഇന്നോവേറ്റീവായിട്ട് ഏറ്റവും അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങളെ അഡാപ്റ്റ് ചെയ്താൽ മാത്രമാണ് സ്പീഡിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഇപ്പം ഞങ്ങൾ റോയ എന്ന് പറഞ്ഞൊരു AI അംബാസിഡറെ ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ മുന്നോട്ടുള്ള യാത്രയ്ക്കും അല്ലെങ്കിൽ നമുക്ക് ആ വിഷൻ അത് ഉണ്ടായതുകൊണ്ടാണ് അത് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്
ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു ബ്രാൻഡ് വേണം, അതിന് നല്ലൊരു പേര് വേണം. അങ്ങനെയാണ് റോയൽ ഡ്രൈവ് 2015 ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത് 16 തൊട്ടാണ് ഞങ്ങൾക്ക് അതിന് ഒരു ബേസായി അത് ഓടി തുടങ്ങിയത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമുക്കൊരു പ്രീമിയം പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല, ലക്ഷറി സെഗ്മെന്റിൽ കൈ കടത്തി അതിനകത്ത് എക്സ്പെർട്ടൈസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഈ നിമിഷമാണ്? അത് തീർച്ചയായിട്ടും 2-3 കാരണങ്ങൾ. ഒന്ന്, എൻ്റെ ഇപ്പോൾ ദുബായ് സൗദിയൊക്കെ വിസിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ്. അപ്പോൾ അവിടെ ഇത്തരം ഷോറൂമുകൾ നല്ല രീതിയിൽ നടക്കുന്നു. കേരളത്തിൽ ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏത് ലക്ഷറി വണ്ടിയാണെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിലുള്ള ഡീലോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഹൈ എൻഡ് ആളുകളാണെങ്കിൽ വല്ല ഹോട്ടലിലെ റിസപ്ഷനോ ലോഞ്ചോ ഒക്കെ ഉപയോഗിച്ചുള്ളൊരു ഡീലാണ്. ഒരു കസ്റ്റമർക്ക് കടന്നു വരാനും കസ്റ്റമർക്ക് വന്ന് അവരുടെ ഇഷ്ടത്തിന് സംസാരിച്ച് പർച്ചേസ് ചെയ്യാനുള്ള ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് സെൻറ്റർ കേരളത്തിലായിരുന്നു. സാർ, നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ ഏതൊരു വണ്ടി ആകുമ്പോഴത്തേക്കും നമ്മളത് ഡെലിവറി എടുക്കുമ്പോൾ ഇച്ചിരി ആഘോഷമാക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട്. അതൊരു ചെറിയ ബൈക്ക് മുതൽ ഏതൊരു വണ്ടി എടുക്കാൻ പോകുമ്പോഴും ആ വണ്ടി എടുക്കുന്ന ആളുടെ ഒരു സ്വപ്നമാണല്ലേ ആ ഒരു ചുമന്ന തുണിയൊക്കെ മാറ്റുക, അതിന് മുമ്പ് ഇന്ന് ഫോട്ടോ എടുക്കുക. ശരിക്കും നമ്മൾ ആണ് ഇതിനെ ഇത്ര പോപ്പുലർ ആക്കിയത്. അത് ഞങ്ങൾ വരുന്നതിന് മുമ്പ് ന്യൂ കാറിൽ പോലും ഒരു BMW വരുമ്പോൾ പോലും ഒരു കർട്ടൺ റേസിംഗ് ഇല്ലായിരുന്നു. ഇന്ന് ഇപ്പോൾ ആൾട്ടോ വരെ ആളുകൾ കേക്ക് കട്ടിങ്ങും എന്താ പറയാ. വണ്ടി എന്ന് പറയുമ്പം നമുക്ക് ഇപ്പം ആൾട്ടോ എടുക്കുന്നവൻ എന്തായാലും അത് താങ്ങുന്നവൻ മാത്രമായിരിക്കും അത് എടുക്കുകയുള്ളൂ അല്ലേ? ഇപ്പം എനിക്ക് താങ്ങുന്നതിൽ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഞാനൊരു ആൾട്ടോ എടുക്കുമ്പോഴത്തേക്കിനും ഞാൻ ചിലപ്പോൾ അതിൻ്റെ 70-80% ലോൺ ഇട്ടിട്ടായിരിക്കും വണ്ടി എടുക്കുന്നത്. ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും വണ്ടി ലോണിൽ തന്നെയാണ് എടുക്കുന്നത്. റെഡി പേയ്മെന്റ് കൊടുത്ത് വണ്ടി എടുക്കുന്നത് വളരെ കുറവാണ്. അതിപ്പോൾ എത്ര പൈസ ഉള്ളവനാണേലും അങ്ങനെ എടുക്കും. ഫണ്ട് ഫ്ലോനെ ബാധിക്കും. യെസ്. അപ്പോൾ അത് ശരിക്കും നമ്മൾ ഒരു ഹാപ്പിനെസ് ആണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്, എന്തൊക്കെ പറഞ്ഞാലും അല്ലേ? അപ്പോൾ ഞാൻ ലക്ഷറിക്ക് വരാൻ കാരണം ഞാൻ നോക്കുമ്പോൾ ചെറിയ സ്മോൾ കാർ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്ലെയേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ ലക്ഷറിയുടെ ഗ്യാപ്പ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചു നോക്കുമ്പോൾ കേരളത്തിൽ ഒരു മാന്യമായ ഫിഗർ RTO ഡാറ്റ തന്നെയാണ് ഞാൻ പഠിച്ചത്. ഒരു മാസത്തിൽ ഒരു മാന്യമായ പ്രീ ഓൺഡ് RC ചേഞ്ചസ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു വലിയ മാർക്കറ്റ് ഇവിടെ ആരും അൺടച്ചഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ആ ഓപ്പർച്യൂണിറ്റി അപ്പോൾ അവരുടെ പെയിനുകൾ മനസ്സിലാക്കി. ഒരു ലക്ഷറി വാങ്ങുന്ന കസ്റ്റമർ വേറെ ആളെ വീട്ടിൽ പോകുന്ന അദ്ദേഹത്തിന് പെയിനാണ്. വിൽക്കുന്ന കസ്റ്റമർക്ക് ഈ വാങ്ങാൻ വരുന്ന ആളെ എൻ്റർടൈൻ ചെയ്യാറുള്ള പെയിനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ലക്ഷറിയിൽ അത് എന്താ പറയുക സ്റ്റിക്ക് ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോൾ അങ്ങനെ റോയൽ ഡ്രൈവ് എന്ന് പറഞ്ഞ സ്ഥാപനം മലപ്പുറത്ത് ആരംഭിക്കുന്നു. അതിനുശേഷം കോഴിക്കോടേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ലക്ഷറി വണ്ടികൾ കച്ചവടം ചെയ്യുമ്പോഴത്തേക്കിനും നല്ല എമൗണ്ടിൻ്റെ കളികളാണ് അല്ലേ? നല്ല പൈസ വേണം. ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും 1.5 കോടി 2 കോടിയൊക്കെ മിനിമം, 1 കോടിയൊക്കെ 1 CR മിനിമം വേണ്ടേ അത്യാവശ്യം സംഭവങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും. പിന്നെ അതിനനുസരിച്ച് അപ്പോൾ ഈ വണ്ടി വാങ്ങുമ്പോൾ നമ്മൾ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങണം വണ്ടി, അങ്ങനെയല്ലേ? അല്ലാതെ നമ്മൾ പാർക്ക് ആൻഡ് സെയിൽ എന്ന് പറഞ്ഞ പരിപാടി നിങ്ങൾ ചെയ്യുന്നുണ്ടോ? പാർക്ക് ആൻഡ് സെയിൽ ഉണ്ട്, പക്ഷെ അതൊരു വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രം. കുറച്ച് ആൾക്കാർ അങ്ങനെ ചെയ്യുള്ളൂ. അല്ല, പാർക്ക് ആൻഡ് സെയിലിൽ കുറേ റെസ്ട്രിക്ഷൻ ഉണ്ട്. കാരണം നമ്മളുടെ ക്വാളിറ്റി ഉള്ള വണ്ടി ആയിരിക്കണം, അതെ, നമ്മുടെ കസ്റ്റമേഴ്സിനുള്ള പ്രൈസിനായിരിക്കണം. ഇതെല്ലാം മാച്ചായി വന്നാൽ ഒരു വ്യക്തമായ എഗ്രിമെന്റോട് കൂടി പാർക്ക് ആൻഡ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു വണ്ടി അക്വയർ ചെയ്യുന്നത്? അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു വണ്ടി കച്ചവടം ചെയ്യാനായിട്ട് ഒരു കാറിൻ്റെ ഷോറൂം പോലെ തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് അതവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടിരിക്കുകയല്ലേ? നിങ്ങൾ പർച്ചേസ് ചെയ്ത വണ്ടികൾ അത് ഓണർഷിപ്പ് മാറ്റിയിട്ടുണ്ടാവില്ലായിരിക്കും. നിങ്ങൾ പർച്ചേസ് ചെയ്ത് എഗ്രിമെന്റ് എഴുതിയിട്ടായിരിക്കും അത് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങളൊരു വണ്ടി ഈ പറഞ്ഞ പോലെ ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്? അത് അവർക്ക് അപ്പ് ഫ്രണ്ട് പേയ്മെൻറ്റ് കൊടുത്താണോ വാങ്ങുന്നത്? അതിൻ്റെ എന്തൊക്കെ ഫോർമാലിറ്റീസ് നോക്കും? ആ വണ്ടിയുടെ ഹിസ്റ്ററി കാര്യങ്ങൾ, അതിൻ്റെ ഒതൻറ്റിസിറ്റി, അവരൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ ഒരു വണ്ടിയെ സംബന്ധിച്ച്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി നോക്കണം, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കണം, കാര്യമായിട്ട് എന്തെങ്കിലും കേടുപാടുകളുണ്ടോ നോക്കണം. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ അടുത്ത് നിന്ന് രണ്ടാമത് എടുക്കാൻ വരുന്ന ഒരു വണ്ടിക്കാരൻ, ഒരു ഓണർക്ക് ഈ വണ്ടിയും കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വണ്ടി അക്വയർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുന്നത്? വണ്ടി പ്രൊക്യൂർമെൻ്റ് ആണ് ഞങ്ങളുടെ ബിസിനസ്സിൽ ഏറ്റവും വലിയ പെയിൻഫുൾ ഏരിയ. അതിന് ഞങ്ങളിപ്പോൾ വളരെ വൃത്തിയുള്ള ഒരു SOP ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രകാരമാണ് 2020 വരെ, ഇപ്പോൾ 15 തുടങ്ങി ഏകദേശം 5 വർഷം റോയൽ ഡ്രൈവിൽ ഓരോ വണ്ടി ഞാൻ ഡയറക്റ്റാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാനേ പോയി ഡയറക്റ്റ് കണ്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടായിരുന്നു വണ്ടികൾ എടുത്തിരുന്നത്. പിന്നെ ബിസിനസ് വലുതാവുന്നു, അപ്പോൾ നമ്മളതിനെ ആ ഭാഗങ്ങളൊക്കെ ഭംഗിയായി ആദ്യം സെയിൽസാണ് ഡെലിഗേറ്റ് ചെയ്ത്, പിന്നെ പർച്ചേസ് ഡെലിഗേറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഇത്രയും വർഷത്തെ തോട്ട് പ്രോസസ്സിനെ മുഴുവൻ നമ്മളൊരു പ്രോസസ്സാക്കി
ആ പ്രോസസ്സ് പാലിച്ച്, അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇപ്പോൾ ഒരു വേറെ ഏത് ബിസിനസ്സിനും ഒരു ഭാഗത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ നിന്നായിരിക്കും ഒരു കസ്റ്റമർക്ക് കൊടുക്കുകയായിരിക്കും, ഒരു മാനുഫാക്ചറിൽ നിന്ന് കസ്റ്റമർക്കാണ്, അല്ലെങ്കിൽ B2B B2C അല്ലെങ്കിൽ ഒക്കെ പറയാം, C2C ഒക്കെ പറയാം. നമ്മളത് C2B B2C ഇങ്ങനെ CBC ആണ് ഞങ്ങളുടെ ബിസിനസ് മോഡൽ. അപ്പോൾ ഈ വാങ്ങുന്ന ആളെയും പരിഗണിക്കണം, ഇല്ലെങ്കിൽ അതും രണ്ടുപേരും കൺസ്യൂമേഴ്സാണ്. അവർക്കും ഇമോഷൻ ഉണ്ട്, അവർ ചിലപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഓണർ എന്ന് പറയുന്ന ഈ വാഹനം ആദ്യം വാങ്ങിയ ആൾ, നമ്മൾ പ്രീ ഓണിൽ 1 കോടിയുള്ള വാഹനം അദ്ദേഹം ചിലപ്പോൾ 1.5 കോടിക്ക് വാങ്ങിയ ആളായിരിക്കും. ഞങ്ങളുടെ അടുത്ത് വാങ്ങാൻ വരുന്ന കസ്റ്റമറേക്കാൾ ഡിഗ്നിറ്റി കൂടിയ ആളുകളായിരിക്കാം, അല്ലെങ്കിൽ പൊസിഷനിൽ വലിയ ആളുകളായിരിക്കും. അപ്പോൾ ഈ 2 പേരെയും ഒരേപോലെ കൊണ്ടുപോകുന്നൊരു സിസ്റ്റം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. അതാണ് ഞങ്ങളുടെ സക്സസ്സും. അവിടെ ഞങ്ങൾ വിജയിച്ചു. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കുറേ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ കൂടി ഇവർക്കൊന്നും ഒരു ഷോറൂമിൻ്റെ അപ്പുറം അല്ലെങ്കിൽ 2 ഷോറൂമിൻ്റെ അപ്പുറം വികസിക്കാൻ പറ്റാത്തതും ഈ ഒരു പോയിന്റിലാണ്. കാരണം ഇത് അത്ര ഒരു ഈസി ഗെയിമല്ല. അതാണ് ഞങ്ങളുടെ യുണീക്ക്നെസ്. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഓണറെ നോക്കണം. കാരണം പ്രത്യേകിച്ച് ലക്ഷറി കാറുകളിൽ അവർ പല ക്രയവിക്രയങ്ങളിലുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഒരു വിഷയത്തിൽ ഞങ്ങളൊരു പ്രാവശ്യം മൂവാറ്റുപുഴ ഒരു വണ്ടി ഇൻസ്പെക്ട് ചെയ്തപ്പോൾ ആ ഓണർക്ക് കേസ് കിടക്കുന്നുണ്ട്. വണ്ടി കേസിലാണ്, വണ്ടിയിലല്ല, ഈ ഓണർക്ക് പേരിൽ ഒരു വലിയ കേസുണ്ട്. ആ വണ്ടി എടുത്തുകൊണ്ട് വന്നാൽ ഒബിയസ്ലി നമ്മൾ പെടും. കാരണം ഇത് നമ്മളൊരു നിയമപ്രശ്നം ഇപ്പോൾ പുറം രാജ്യങ്ങളിലാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് എല്ലാം അറ്റാച്ച് ആവും. ഇത് ഈ വണ്ടി എടുത്തു കഴിഞ്ഞ് പേര് മാറിയാൽ പിന്നെ പ്രശ്നമില്ല, അങ്ങനെ പേര് മാറിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ ഈ പേര് മാറുന്ന ഇൻ ബിറ്റ്വീൻ, നമ്മൾ പർച്ചേസ് ചെയ്ത് അടുത്ത കസ്റ്റമർ വരുന്ന ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ, ഈ വണ്ടിക്ക് അറ്റാച്ച്മെൻറ്റ് എന്നാൽ പിന്നെ ഈ വണ്ടി നെയിം ട്രാൻസ്ഫർ നടക്കില്ല, പിന്നെ ആ കേസ് തീർന്നേ നടക്കുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ തലയിലിരിക്കും. ഒബിയസ്ലി ഞങ്ങൾ പണി കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ. അത് നമ്മൾ ഈ കണ്ണ് ഡോക്ടറെ കുറിച്ച് പറയും പോലെ കുറേ കണ്ണ് കേട് വരുമ്പോഴാണ് നല്ല കണ്ണ് ഡോക്ടർ ആവാന്ന് പറഞ്ഞ പോലെ ഇത്തരം ബുദ്ധിമുട്ടുകൾ നമ്മളെ ലൈഫിൽ പണ്ട് വന്നതിന് നമ്മൾ ഇനി വരാതിരിക്കാൻ എന്തെല്ലാം എന്നുള്ള പ്രോസസ്സ് ഇട്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പർച്ചേസാണ് ഞങ്ങളുടെ ഏറ്റവും പെയിൻഫുൾ പ്രോസസ്സ്, സെയിലല്ല. കാരണം ഒരു ക്വാളിറ്റിയുള്ള വാഹനം നല്ല പ്രൈസിന് അവൈലബിൾ ആണെങ്കിൽ കസ്റ്റമർ അത് വാങ്ങിച്ചു പോയിക്കോളും. പക്ഷേ പർച്ചേസ് എന്നുള്ളതാണ് ഞങ്ങളുടെ കഠിനമായ പ്രോസസ്സ്. അപ്പോൾ ഞങ്ങൾ ഓരോ വാഹനം അത്രയും ഒരു എഫേർട്ടിലാണ് ഞങ്ങളെ ഷോറൂമിൽ എത്തിപ്പെടുന്നത്. അപ്പോൾ ഈ പേയ്മെന്റ് ഒക്കെ അപ്ഫ്രണ്ട് തന്നെ എല്ലാം ഫുൾ പേയ്മെന്റ് കൊടുത്തിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അത് കൊണ്ടുവരും വണ്ടി. അപ്പോൾ ഈ വണ്ടിക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുമോ? ഞങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഇവാലുവേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ 15-20 വർഷം എക്സ്പീരിയൻസ് ഉള്ള മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ITI ഒക്കെ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ് ഈ വണ്ടി ഇവാലുവേറ്റ് ചെയ്യുന്നത്. അവരത് ഞങ്ങൾക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, ഒരു 450+ ഉണ്ട്. ആക്ച്വലി ഞങ്ങളൊരു 150 കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത്രയും ഡീപ്പായിട്ടുള്ളൊരു ചെക്ക് ലിസ്റ്റ് വെച്ച് അത് ചെക്ക് ചെയ്ത് ഞങ്ങൾക്ക് ഇത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ അതിൻ്റെ ഫർദർ ചെക്ക് ചെയ്യണം. ഇപ്പോൾ 75,000 കിലോമീറ്ററിന് മുകളിലാണ് അതിൻ്റെ പ്രോസസ്സ് വേറെയാണ്. ഓണർഷിപ്പ് 2 ആണെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് വേറെയാണ്. ഓണർഷിപ്പ് 3 ആണെങ്കിൽ വേറെ പ്രോസസ്സാണ്. കാരണം ഒരാൾ കൈമാറിയതാണെങ്കിൽ ആ വ്യക്തിയെ പഠിച്ചാൽ മതി. 3 ആൾ കൈമാറിയ വാഹനമാകുമ്പോൾ മൊത്തം ബിഹേവിയർ പഠിക്കണം. അവർ കമ്പനിയിൽ എത്രത്തോളം വൃത്തിയിൽ സർവീസ് ചെയ്തു. ചില ആളുകൾ കമ്പനി ഓയിൽ സർവീസ് മാത്രം നടത്തും, ബാക്കിയുള്ളതൊക്കെ ഡിനേ ചെയ്തു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ ഹിസ്റ്ററി എടുക്കുന്നതോടുകൂടി അറിയാം. പിന്നെ അതിലും ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതൊന്നും ഇല്ലാതെ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസ് ഉണ്ടായി, പുറത്ത് കൊണ്ടുപോയിട്ട് വർക്ക്ഷോപ്പിൽ പണിയെടുക്കും, ഹിസ്റ്ററിയിൽ വരില്ല. അപ്പോൾ അതിനെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനം വേണം. കാരണം നമ്മളൊരു കസ്റ്റമറോട് പറയുന്നത് ഈ വാഹനത്തിന് ആക്സിഡൻ്റ് ഇല്ല എന്നൊരു കസ്റ്റമർക്ക് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും പിന്നെ അതിന് ആക്സിഡൻറ്റ് ഉണ്ടാവാൻ പാടില്ല. ആ ഉത്തരവാദിത്തം ഞങ്ങളെ മുകളിലായി. ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ മേജർ ഡാമേജ് അത് പക്ഷെ അതാണെങ്കിൽ ഞങ്ങളത് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ബമ്പർ റീപ്ലേസ് ഉണ്ട്, ഞങ്ങൾ പറയും ഇതിൻ്റെ ഫ്രണ്ട് ബമ്പർ റീപ്ലേസ് ആണ്, ഹെഡ്ലൈറ്റ് റീപ്ലേസ് ആണ്, അല്ലെങ്കിൽ ഹുഡ് റീപ്ലേസ് ആണെന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷേ ഇതല്ലാത്ത സ്ട്രക്ചറൽ ഡാമേജുകൾ വന്നാൽ, പക്ഷേ ഇതിലൊക്കെ ഇപ്പോൾ ലക്ഷറിയിൽ ഇതെല്ലാം അതിൻ്റെ പ്രൈസിനെ ബാധിക്കും. സംഗതി ഹെഡ്ലൈറ്റ് ആണെങ്കിൽ കൂടി നമ്മുടെ കേരളത്തിൽ അതൊക്കെ സെൻസിറ്റീവാണ്. ഇപ്പോൾ ഒരു മുംബൈയിലും ഡൽഹിയിലൊക്കെ ആണെങ്കിൽ ഒരു സൈഡ് മൊത്തം പെയിൻ്റ് അടിച്ചാൽ പ്രശ്നമില്ല. ഇവിടെ അതിന് മീറ്റർ വെച്ച് നോക്കി പലതായിട്ട് കാര്യങ്ങളൊക്കെ അത് അത്ര സെൻസിറ്റീവാണ്. തിരിച്ച് നമ്മളെ കേരളത്തിൽ എല്ലാവരും വണ്ടികൾ നോക്കുന്നത് അപ്രകാരമാണ്. അത്രയും ഒരു മക്കളെ നോക്കും പോലെ, അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവായിട്ടാണ് വാഹനങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ
പറഞ്ഞതുപോലെയുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് ഇത് പർച്ചേസ് എന്ന് പറയുന്നത് നടന്നു പോകുന്നത്. ഓക്കെ. ഇപ്പം ഞങ്ങൾക്ക് ഇതിൽ എത്രത്തോളം ഇപ്പോൾ വെഹിക്കിൾ ഹിസ്റ്ററി ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 1 year ബിഫോർ ഒരു കസ്റ്റമർ 18 lakhിൻ്റെ ക്ലെയിം ഉണ്ട്. കസ്റ്റമറാണ് ഞാൻ പറയുന്നത്. ഇൻഷുറൻസിൽ 18 lakhിൽ അദ്ദേഹം ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഈ ക്ലെയിം ചെയ്ത് ഇതിൻ്റെ വെഹിക്കിൾ ഹിസ്റ്ററി അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിൽ തന്നെ ഹിസ്റ്ററി ഉണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം ഹിസ്റ്ററി ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ഈ PDF കട്ട് ചെയ്താണ് തന്നത്. ഈ ക്ലെയിമുള്ള പേജ് കട്ട് ചെയ്ത് ഞങ്ങൾക്ക് തന്നു. പക്ഷെ ഞങ്ങൾ കസ്റ്റമർ തന്നാൽ ഞങ്ങൾ ക്രോസ് വെരിഫിക്കേഷന് പോയപ്പോൾ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല, ഡ്രൈവറായിരുന്നു സംഭവം. ഒരിക്കലും ഇല്ല. ഒരു 18 ലക്ഷത്തിൻ്റെ ക്ലെയിം മിനിമം ഒരു 3 മാസം വണ്ടി വർക്ക്ഷോപ്പിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങളെ പറ്റിക്കാൻ കസ്റ്റമേഴ്സ് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരു ആദ്യമായിട്ടൊരു വണ്ടി എടുക്കാൻ പോകുന്ന ഒരാൾ എന്തെല്ലാം പ്രശ്നത്തിൽ പെടും എന്നുള്ള ആലോചിച്ചാൽ മതി. അത് അത്രയും, അതായത് അതിൻ്റെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്, പർച്ചേസിലുള്ള ഉത്തരവാദിത്വം. ഓക്കെ. അപ്പോൾ നിങ്ങൾ വണ്ടികൾ വാങ്ങുന്നു, വണ്ടികൾ വാങ്ങിയതിന് ശേഷം ഇത് സെല് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയാണല്ലോ വാങ്ങുന്നത്. പക്ഷേ ഈ വണ്ടി വാങ്ങിച്ചിട്ട് സെല് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇടയ്ക്ക് നിങ്ങൾ ഉപയോഗിക്കുമോ? പണ്ടൊക്കെ അങ്ങനെ ഉപയോഗിക്കുമായിരുന്നു. നമ്മൾ വാങ്ങിച്ച് നമ്മൾ കുറച്ചാൾ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുന്ന കുറേ വണ്ടി കച്ചവടക്കാരുണ്ടല്ലോ. ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമം വന്നു 29C എന്ന് പറഞ്ഞ്. ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് റോയൽ ഡ്രൈവ് ആണ് അത് ആ സർട്ടിഫിക്കേഷൻ കിട്ടിയത്. എന്താണത്? ഗണേഷ് ജിയുടെ കയ്യിൽ നിന്ന് നമ്മളത് വാങ്ങി. ഓക്കെ. അത് ഇപ്പോൾ സുജിത്തിൻ്റെ അടുത്തൊരു വാഹനം കൊടുക്കാനുണ്ടെങ്കിൽ റോയൽ ഡ്രൈവ് വാങ്ങുന്നതോടുകൂടി 29C എന്ന ഫോം സൈൻ ചെയ്ത് തരുന്നതോടുകൂടി അതിൻ്റെ ഓണർ നമ്മളായിട്ട് മാറും. RC ബുക്കിൽ പേര് മാറില്ല, പക്ഷെ അതിൻ്റെ ലീഗൽ ഓണർ നമ്മളായിട്ട് മാറും. അപ്പം ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഫോം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടിയുമായിട്ട് എന്ത് സംഭവം ഉണ്ടായാലും നിങ്ങളാണ് ഉത്തരവാദി. അതെ, അതിപ്പോൾ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നിയമമാണ്. അപ്പോൾ അത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഭയങ്കര ഗുണമാണ്. കാരണം പണ്ട് പേപ്പറിൽ എപ്പോഴും കണ്ടിരുന്നതാണ് നമ്മൾ വണ്ടി വിറ്റു 2 വർഷം കഴിഞ്ഞിട്ട് ആക്സിഡൻ്റ് ആയി. ഇപ്പോൾ ആക്സിഡൻ്റ് അപ്പുറമാണ് ഇന്നത്തെ കാലത്ത് ഈ നാർക്കോട്ടിക്കുള്ള പ്രോബ്ലംസും പല ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇത്തരം ഓതറൈസ്ഡ് സെൻറ്ററിന് കൊടുക്കുമ്പോൾ അതോടുകൂടി ആ സെക്കൻഡ് തൊട്ട് അതിൻ്റെ ലീഗൽ ഓണർഷിപ്പ് ആ സ്ഥാപനത്തിനായി. അതിൽ സ്ഥാപനത്തിലുള്ള നിയമം എന്താ വെച്ചാൽ ഈ വാഹനം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഇത് ഒരു ക്ലൗഡ് ഉണ്ട്, RTOയുടെ ഒരു ക്ലൗഡ് ഉണ്ട്. ആ ക്ലൗഡിൽ ഈ വെഹിക്കിൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ശരി. ഈ വെഹിക്കിൾ എവിടെയെന്നുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അവർ ഇൻസ്പെക്ഷൻ വരുമ്പോൾ ആ വെഹിക്കിൾ അവിടെ കാണണം. നമുക്ക് 2 പർപ്പസിനാണ് ഈ വാഹനം പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ഒന്നൊരു കസ്റ്റമർക്ക് ടെസ്റ്റ് ഡ്രൈവ്, 2 മെക്കാനിക്കൽ വർക്ക്. പക്ഷേ ഇത് രണ്ടിനും പുറത്തെടുക്കുന്ന സമയത്ത് ഈ ക്ലൗഡിൽ അപ്ഡേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഷോറൂമിൽ നിന്ന് പുതിയൊരു വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോകുന്ന പോലെ സെയിം പ്രോസസ്. അതെ, അത് സർക്കാരിനെയും കൂടി അറിയിക്കണം. ഒരു കാരണവശാലും എൻ്റെയോ അല്ലെങ്കിൽ വേറൊരാളുടെ പേഴ്സണൽ യൂസിന് ഈ വാഹനം ഉപയോഗിക്കാൻ പാടില്ല. അത് അങ്ങനെയുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമത്തോട് കൂടിയിട്ട് ഇപ്പോൾ ഒരു 6 മാസമായിട്ടുള്ളൂ ഈ സംവിധാനങ്ങൾ നിലവിൽ വന്നിട്ട്. എല്ലാവരും എടുക്കൽ നിർബന്ധമാണ്. എല്ലാ പ്രിയോണ്ട് നടക്കുന്ന ആളുകളും എടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കിത് എടുക്കാൻ പറ്റിയത് ഞങ്ങളുടെ പല കോമ്പറ്റീറ്റേഴ്സിനും GST രജിസ്ട്രേഷൻ പോലും ഇല്ല. ഇതിന് മിനിമം ഇത്ര നമുക്ക് സ്വന്തമായിട്ട് ഷോറൂം വേണം, ഇത് പാർക്ക് ചെയ്യാൻ സ്ഥലം വേണം. ഈവൻ ആ നിയമത്തിൽ കസ്റ്റമർക്ക് ഇരിക്കാനുള്ള സ്പേസ് വരെ വേണം. അങ്ങനത്തെ ഒരാൾക്കാണ് ഈ ഓതറൈസേഷൻ കൊടുക്കൂ എന്നാണ് സർക്കാരിൻ്റെ നിബന്ധനകൾ. അപ്പോൾ അത് ഈ മേഖലയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഇനി ഈ വണ്ടി എടുത്ത് വേറെ ആൾ ഉപയോഗിക്കാനുള്ള പരിപാടി ഇല്ല. ഈ വണ്ടി കച്ചവടം ചെയ്യുന്ന പല രീതികളുണ്ട്. ഓണർ ഡയറക്റ്റ് സെല് ചെയ്യുന്ന രീതിയുണ്ട്, ഇടനിലക്കാരെ ഒഴിവാക്കിയിട്ട്. പിന്നെ ചെറുകിട കച്ചവടക്കാർ ധാരാളമുണ്ട്. അത് അവരാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പ്രോഫിറ്റ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ വലിയ പ്രോഫിറ്റൊക്കെ എടുക്കുന്നതായിരിക്കും എല്ലാവരും കരുതുന്നത്. എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. കാരണം നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള ഇപ്പോൾ വലിയ സ്ഥാപനം ആകുമ്പോഴത്തേക്കും ചിലവ് കൂടും, ഈ പറഞ്ഞ പോലെ ഒത്തിരി ഓപ്പറേഷണൽ കോസ്റ്റ് കൂടും, നിങ്ങളുടെ പ്രോസസ്സ് കൂടുതലാണ്. അല്ലേ അങ്ങനെ വരും. ലെറ്റ് മീ കംപ്ലീറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സംശയം ആൾക്കാർക്ക് ഉണ്ടാവും, അവിടെ പോയി എടുക്കണം. ഞാൻ അല്ലാതെ ഈ ചെറിയൊരു ആളുടെ കൂടെ എടുക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് പൈസ ലാഭം ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് എടുക്കാമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പം റോയൽ ഡ്രൈവ് പോലെയുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ടല്ലോ, അപ്പോൾ ഈ റോയൽ ഡ്രൈവ് പോലെയുള്ള സ്ഥാപനങ്ങൾ എന്തുകൊണ്ടാണ് ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം തിരഞ്ഞെടുക്കുന്നത്? എന്തിനായിരിക്കും? മെയിനായിട്ട് ഇത് ഒരു മിത്താണ് ആക്ച്വലി. ഡയറക്റ്റ് ഡീൽ ചെയ്യുമ്പോൾ വില കുറഞ്ഞ് കിട്ടുന്നു. കാരണം ഈ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അത്യാവശ്യം സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവും അറിവുള്ള ആളുകളുടെ കയ്യിലാണ് മണിയുള്ളത്. അവരത് സെല്ല് ചെയ്യുമ്പോൾ ഞങ്ങൾ അതിനൊരു പ്രൊഫഷണൽ അപ്രോച്ചിലാണ് ചെയ്യുക. അവിടെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഇല്ല. ഞങ്ങൾ ഒരു ഇവാലുവേറ്റ് ചെയ്ത് ആ റിപ്പോർട്ട് വെച്ച് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുക. മറ്റേത് അദ്ദേഹം പറയും എനിക്ക് ഈ പ്രൈസ് വേണം, ഈ കാര്യം വേണം. അത് മാത്രമല്ല, ഇപ്പോൾ താങ്കളുടെ ഫാമിലി ആയിട്ട് വേറെ ആളെ വീട്ടിൽ പോയി പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല.
ഇപ്പോൾ ഇന്ന് മക്കളാണ് ഏറ്റവും വലിയ ഡിസിഷൻ മേക്കേഴ്സ്. അതെ. പ്രത്യേകിച്ച് ഒരു 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ് പഠിക്കുന്ന മക്കളൊരു വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമാണ് അച്ഛൻ ഏത് വണ്ടി എടുക്കണം, ആ വണ്ടിയുടെ സീറ്റ് എങ്ങനെ വേണം, സൺറൂഫ് എത്ര അളവിൽ തുറക്കണം, എല്ലാ ഡീറ്റെയിൽ അവരെടുത്തുന്നത്. അപ്പോൾ അവർക്ക് ഇതിന് ടച്ച് ആൻഡ് ഫീൽ കിട്ടണം. അതൊരു ഷോറൂം മാത്രമേ നടക്കൂ. അതിലപ്പുറം ഈ ഒരു വ്യക്തിയുടെ ഡീല് കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ പോയിട്ടൊരു കാര്യം പറയാൻ പറ്റില്ല. നമ്മൾ സ്ഥാപനമാകുമ്പോൾ ഞങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂ ഉണ്ട്, കസ്റ്റമർക്ക് ഞങ്ങൾക്ക് CRM ഉണ്ട്, അങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ ഓപ്ഷനാണ്. ആ കസ്റ്റമർക്ക് ഒരു പെയിന് വന്നാൽ അവർക്കത് പറയാനും അതിനെ അഡ്രസ്സ് ചെയ്യാനും നമ്മൾ തയ്യാറാവും. ഇതൊരിക്കലും ഒരു വ്യക്തി ടു വ്യക്തിയുള്ള ഡീലിൽ ഒരിക്കലും അത് സംഭവിക്കില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെ പറ്റിക്കാൻ ചില വ്യക്തികൾ ട്രൈ ഉണ്ട്, ഞങ്ങൾക്ക് വണ്ടി തരുന്ന ചില കസ്റ്റമേഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ ഞാൻ നേരത്തെ പറയും PDF കട്ട് ചെയ്തു, ആക്സിഡൻറ്റ് ഹിസ്റ്ററി കട്ട് ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് അവരവരുടെ ആ ഓഫീസും അല്ലെങ്കിൽ അവരുടെ ആ ഇതും കണ്ട് ഒരു ഡീല് നടത്തിയാൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഈ വണ്ടി വിൽക്കാൻ പോകുമ്പോൾ അടുത്തെടുക്കുന്ന ഒരാൾ ഈ കാര്യങ്ങളെല്ലാം സസൂക്ഷ്മം നോക്കുന്ന സമയത്താണ് ഇവർ പറ്റിക്കപ്പെട്ടു എന്നുള്ള ബോധം വരിക. ആ സമയത്താണ് അവർക്ക് ആ ഫൈനാൻഷ്യൽ ലോസ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള സ്ഥാപനങ്ങളിലെ ആളുകൾ വരുന്നത്. പിന്നെ നമ്മളിതൊരു ബിസിനസ്സാണ്, നമുക്കിതിന് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ കൂടി ആ എക്സ്പെൻസിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ പിന്നെ റൊട്ടേഷൻ നടക്കണം. നമ്മളെ സംബന്ധിച്ച് ഒരു വണ്ടിയുടെ പ്രോഫിറ്റിന് ഒരിക്കലും നിൽക്കില്ല. കൂടുതൽ കച്ചവടം ചെയ്ത് റൊട്ടേഷൻ നടന്ന് അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയാലാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു വാഹനത്തിൽ ഇന്ന് എല്ലാം ട്രാൻസ്പെറൻസിയാണ്. ഇപ്പോൾ ഒരു വാഹനം സുജിത് ഭായ് വാങ്ങുമ്പോൾ അറിയാം ഈ മോഡലിന് ഈ വിലയാണെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ ഒരു 5000-10,000 മേ ബി എക്സ്ട്രാ പേ ചെയ്യാൻ കഴിയും. 1 ലക്ഷം 2 ലക്ഷം ഒന്നും ഒരു പ്രീമിയം ആളുകൾ പേ ചെയ്യില്ല. അപ്പോൾ ഈ വിൽക്കുന്ന വില അവിടെ ലോക്ക്ഡാണ്. വാങ്ങുന്ന സ്ഥലത്ത് വിൽക്കുന്ന ആൾക്കും അറിയാം ഇത് ഇത്ര വരെ മാർക്കറ്റ് പോകും. അപ്പോൾ ഒരു വലിയൊരു പ്രോഫിറ്റിന് വെയിറ്റ് ചെയ്താൽ ഒരിക്കലും ഒരു ബിസിനസ് നടക്കില്ല. പിന്നെ ബാക്കിയുള്ളതൊക്കെ തെറ്റിദ്ധാരണയാണ്, ഒരു വലിയ പ്രോഫിറ്റിൽ ഇത് നടക്കൂ എന്നൊക്കെ ഉള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു റിയൽ പിക്ചർ. ഓക്കെ. അപ്പോൾ നിങ്ങളങ്ങനെ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രോസസ്സൊക്കെ നടക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങൾ വണ്ടി വാങ്ങുന്നു, വണ്ടി വിൽപ്പന നടത്തുന്നു. നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ഇപ്പം കഴിഞ്ഞ പ്രത്യേകിച്ച് എറണാകുളത്തേക്ക് നിങ്ങൾ സർവീസ് ആരംഭിച്ച് ഷോറൂമൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും നിങ്ങളുടെ ഏറ്റവും വലിയ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് സെലിബ്രിറ്റീസാണ് കൂടുതൽ, അല്ലേ? എല്ലാവരും ഉണ്ട്. മിക്ക ആളാണ് ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ആവുന്നത് സെലിബ്രിറ്റികളുടെ സംഭവമാണല്ലോ. അതായത് എന്താ പറയുക, ബാക്കിയുള്ളവരുടെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാത്തതുകൊണ്ടും എല്ലാവരുടെയും ഫോട്ടോയും വീഡിയോ നിങ്ങൾ ഇടുന്നുണ്ടാവും. പക്ഷേ സെലിബ്രിറ്റീസിൻ്റെ ആകുമ്പോഴത്തേക്കിനും അത് ആഘോഷിക്കപ്പെടുന്നു. അപ്പോൾ പൃഥ്വിരാജ് വണ്ടി എടുത്തു, ആ ആൾ വണ്ടി എടുത്തു, ഈ ആൾ വണ്ടി എടുത്തു. അപ്പോൾ പൃഥ്വിരാജിൻ്റെ വണ്ടിയും അതേപോലെ തന്നെ ദുൽഖറിൻ്റെ വണ്ടിയൊക്കെ ഇടയ്ക്ക് വാർത്തകളിലൊക്കെ വന്നായിരുന്നു. ഇപ്പം ഏതാ മറ്റേ ഭൂട്ടാൻ വണ്ടി കടത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവരെയൊക്കെ വണ്ടി കളക്ഷൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരാണല്ലോ. അപ്പോൾ ഇവരൊക്കെ കുറച്ച് വാർത്തകളിലൊക്കെ വന്ന് പല ആൾക്കാരും ഇതുപോലെ പല രീതിയിൽ കുടുങ്ങിയായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഭാഗമാണോ? ഒരിക്കലും അല്ല. ഓക്കെ. അതിൽ ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുംബൈയിൽ നിന്നായതുകൊണ്ട് മുംബൈയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ അന്നത്തെ കാലത്താണ് ഞാൻ പറയുന്നത്, ഒരാൾ ചീറ്റ് ചെയ്താൽ അതിന് ചീറ്റിങ് എന്നല്ല പറയാം, അതൊരു കലയായിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ, അവനൊരു കലാകാരൻ. അപ്പോൾ നമ്മൾ നോക്കി വാങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇനി, അതാണല്ലോ ഇന്ത്യൻ നിയമത്തിലും. അപ്പോൾ നമ്മളതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ഓരോ പോയിൻ്റ് ചെക്ക് ചെയ്തിട്ടാണ് പർച്ചേസ് ചെയ്യുള്ളൂ. കാരണം വാങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ ചിലപ്പോൾ അടുത്ത മാസം ഷോറൂം അല്ലെങ്കിൽ അവിടെ ഒരു ഓഫീസേ കാണാനുണ്ടാവില്ല, ആളവിടുന്ന് മാറിപ്പോയിട്ടുണ്ടാവും. കാരണം അവിടെ എല്ലാവരും പുറത്തുനിന്ന് UP അല്ലെങ്കിൽ മറ്റ് ഭാഗത്തുനിന്ന് വരുന്ന ആളുകളാണ് കൂടുതലും അവിടെ മുംബൈയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും സൂക്ഷിച്ചാണ് വാഹനം വാങ്ങുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ RTO ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അന്ന് ഫിസിക്കലി വെരിഫൈ ചെയ്തിട്ടാണ് നമ്മളന്ന് പർച്ചേസ് ചെയ്തിരുന്നത്. കാരണം അന്ന് എഴുതുന്ന RCയാണ്. അപ്പോൾ അതിൽ എന്ത് മാൽഫാക്ഷനും നടക്കുന്ന കാലം. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ അറിയാം, എവിടെയൊക്കെ ഇതിൻ്റെ മാൽഫാക്ഷൻ നടക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു എക്സ്പീരിയൻസിനെയാണ് ഞാൻ പ്രോസസ്സാക്കിയത്. അതുകൊണ്ട് ഞങ്ങളൊരു വാഹനം വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ വാഹനം എവിടെ ചെക്ക് ചെയ്യണം, എന്തെല്ലാം ചെക്ക് ചെയ്യണം. അതിൽ തന്നെ ഞങ്ങൾക്കിത് അറിയാൻ പറ്റും, ഇത് ഇന്ത്യയിൽ ഇറങ്ങിയ വാഹനമാണോ, പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതാണോ, ഈ കാര്യങ്ങളൊക്കെ. ചേസിസ് നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പോലെ ആ ഒരു ചേസിസ് നമ്പർ ആ മാനുഫാക്ചർക്ക് വേൾഡിൽ വേറെ ഉണ്ടാവില്ല. അപ്പോൾ അത് ഡീകോഡ് ചെയ്താൽ തന്നെ ഒരു 80% ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ അതിൽ പോലും ഫേക്ക് ചെയ്യുന്നില്ലേ? ചേസിസ് നമ്പറിൽ പോലും ഫേക്ക് ചെയ്യുന്നില്ലേ പല ആൾക്കാരും? ചേസിസ് നമ്പർ ഫേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചേസിസ് നമ്പർ
കട്ട് ചെയ്ത് മാറ്റിയതോ ആയ ഒരു ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. അത് പുതിയ ചേസിസ് നമ്പർ പഞ്ച് ചെയ്യുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഈ പഞ്ച് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അതിന് പഞ്ച് ചെയ്യുമ്പോൾ ഒരിക്കലും മാനുഫാക്ചറർ പഞ്ചിങ്ങും ഇതും തമ്മിൽ ഒന്നാവില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ എവിടെയെങ്കിലും കമ്പനി വരുന്ന ഒരു രൂപത്തിലല്ലാതൊരു വെൽഡിങ് ആ വണ്ടിക്ക് വന്നിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള പല സംവിധാനങ്ങളുണ്ട്. ഇതൊരു ഡീപ്പ് എക്സാമിനേഷനിലൂടെ കണ്ടുപിടിക്കാൻ കഴിയും. മനസ്സിലായി. ഈ ഓപ്പറേഷൻ നുംകൂർ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാവോ? എന്തായിരുന്നു ബേസിക്കലി ആ ഒരു സംഭവം? എങ്ങനെയാണ് അത് സംഭവിച്ചത്? ഇത് ഈ പറഞ്ഞതുപോലെ ഇവിടുന്ന് ഒരു വണ്ടി കൊണ്ട് നമുക്ക് നേപ്പാളിൽ പോവാം, ഒരു വണ്ടി കൊണ്ട് ഭൂട്ടാനിൽ പോകാം, അതേപോലെ ഭൂട്ടാനിൽ നിന്ന് ഒരു വണ്ടി കൊണ്ട് ഇങ്ങോട്ടും വരാം. അപ്പോൾ ഇത്തരം വാഹനങ്ങൾ ഓടിച്ചോ അല്ലാതെയോ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതൊരു റെൻ്റ് കാറിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ, ഇപ്പോൾ ഈ ഭൂട്ടാനൊക്കെ ഉള്ളൊരു ഒരു മോശപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടേക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും വണ്ടി കൊണ്ടുവരാം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പഴയ വാഹനങ്ങൾ മാത്രമല്ല, അതായത് ഭൂട്ടാനിൽ പ്രൊഡക്ഷൻ ഇല്ലല്ലോ, പ്രൊഡക്ഷൻ ഇല്ല, നേപ്പാളിലും പ്രൊഡക്ഷൻ ഇല്ല, നേപ്പാളിൽ ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം ഇവരെല്ലാവരും ഇമ്പോർട്ട് ചെയ്യാണ്. ഇതിപ്പോൾ നേരത്തെ സെലിബ്രിറ്റി എന്ന പോലെ ദുൽഖറിൻ്റെ ഒക്കെ പേരായതുകൊണ്ട് ഇത് പബ്ലിഷ് ആയി എന്നുള്ളതാണ്. ഇതല്ലാത്ത വാഹനങ്ങളും അതുവഴി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അവിടെ കയറിയിട്ട് അവിടെ രജിസ്ട്രേഷൻ എടുക്കുക പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. പക്ഷെ ഹെവി നമ്മളെ കാട്ടി ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ കൂടുതലല്ലേ? അല്ല അവിടേക്ക് ഭൂട്ടാനിലോട്ട് വണ്ടി എത്തിക്കൽ ഈസിയാണ്. ആണോ? പക്ഷെ അത് ഇന്ത്യ വഴിയേ പോവുള്ളൂ. ഇന്ത്യ വഴിയല്ല, അവർക്ക് ഇന്ത്യ വഴിയാണ് പോകുന്നത്. കൊൽക്കട്ടയിൽ ഇറക്കിയിട്ടല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതെ, പക്ഷെ അത് ഭൂട്ടാനിക്കുള്ള ഷിപ്പിംഗ് ആകുമ്പോൾ അങ്ങോട്ടാണല്ലോ പോവാ. പക്ഷെ ഇത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സാധനം അവിടെ രജിസ്ട്രേഷൻ നടത്തി ആ രജിസ്ട്രേഷൻ വാഹനങ്ങളെ ഇങ്ങോട്ട് നമ്മളെ നാട്ടിലോട്ട് ഓടിച്ചോ അല്ലാതെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെയും ഇപ്പോൾ വാഹനത്തിൻ്റെ പരിവാഹന വളരെ സ്ട്രിക്റ്റാണ്. നമുക്കൊരു എഡിറ്റിംഗ് നടത്തണമെങ്കിൽ കേരളത്തിൽ അതിനുള്ള ഓപ്ഷൻ ഇല്ല. ഈവൻ നമ്മളെ സൗത്ത് ഇന്ത്യയുടെ എൻ്റെ വിശ്വാസത്തിൽ ഹൈദരാബാദ് എവിടെയാണ് അതിൻ്റെ സെൻട്രലിൽ, അവിടേക്ക് മെയിൽ അയച്ച് ഒരുപാട് പേപ്പർ ചെയ്തിട്ടാണ് നമുക്ക് അതിലെന്തെങ്കിലും ഒരു തിരുത്ത് വരുത്താൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാവരും മനുഷ്യരാണ്. ഇപ്പോൾ കേരളത്തിലെ തന്നെ ഒരു RT ഓഫീസിനെ കുറിച്ച് ഗണേഷ് കുമാർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതർ സ്റ്റേറ്റ് വാഹനങ്ങളെ 10 ലക്ഷം ടാക്സ് അടക്കുന്ന 5 ലക്ഷം ടാക്സ് അടച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു RT ഓഫീസ് കേരളത്തിലുണ്ട്. ഇതൊക്കെ മനുഷ്യരാണ് ചെയ്യുന്നത്. ഇതേപോലെ ഇത് ഒരിക്കലും ഈ വാഹനം ഭൂട്ടാനിൽ നിന്ന് വന്ന് HR ഈ വാഹനം പോകുന്നില്ല. ഈ വണ്ടിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ചേസ് നമ്പർ കൊടുത്ത് അവിടുന്ന് അത് എന്ത് ചെയ്യപ്പെടുകയാണ്, RC ഉണ്ടാക്കി വരികയാണ്. വലിയ ലോബികളാണ്. രണ്ടാമത്തത് ആക്സിഡൻ്റ് ആയ വണ്ടികൾ, അതാണ് ഏറ്റവും വലിയ. ഇവിടെ നമ്മളെ നാട്ടിൽ ഈ ടോട്ടൽ ലോസ് ആയ വാഹനത്തിന് ഓണർക്ക് പൈസ കിട്ടും, പക്ഷേ ഇൻഷുറൻസ് കമ്പനി വീണ്ടും ഈ വാഹനം വിൽക്കുകയാണ്. ഇതിന് ഇതുവരെ ഒരു തടയിടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു വാഹനമുണ്ട്, 2020 വാഹനമാണെന്ന്. അത് ഫ്ലഡ് പെട്ടു, ഞാനത് ക്ലെയിം ചെയ്തു. എനിക്ക് ഇൻഷുറൻസ് കമ്പനി കംപ്ലീറ്റ് പൈസ തന്നു. ഞാനും എൻ്റെ പ്രശ്നം അവിടെ തീർന്നു. പക്ഷേ ഈ RC ബുക്ക് ആക്റ്റീവാണ് പരിവാഹനിൽ. അപ്പോൾ ഈ ഒരു RC ബുക്ക് വെച്ചിട്ട് ഈ സിമിലറായ വേറെ വാഹനം നമുക്കിതുപോലെ കള്ളക്കടത്ത് കൊണ്ടുവന്നു അല്ലെങ്കിൽ വേറെ രീതിയിൽ കൊണ്ടുവന്നു, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ ചേസ് നമ്പറൊക്കെ ഈ നമ്പർ അതിലോട്ട് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ വലിയ വണ്ടികളുടെ കേസിൽ പറഞ്ഞാൽ ഇതൊരു വലിയ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്ന ഒരു. ദുൽഖറിനെ പോലെ ആളുകൾക്ക് എങ്ങനെയായിരിക്കും അത് പറ്റില്ല? ഇല്ല, ദുൽഖർ അവരൊക്കെ വാഹനത്തിന്റെ ഇഷ്ടം കൊണ്ട് വാങ്ങി പോകുന്നതാണ്, അല്ലാതെ ഒരിക്കലും എന്തായാലും അവര് പറ്റിക്കപ്പെട്ടതായിരിക്കില്ലേ? 100%. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മളാരെങ്കിലും നിൽക്കുമോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ പറയുന്നത്, സമൂഹത്തിൽ രണ്ടാളറിയുന്ന ഒരാളും ഇത്തരം ഒരു വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കില്ല. പിന്നെ ദുൽഖറിനെ പോലെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പരസ്യത്തിന് പോലും അദ്ദേഹം അത്രയും ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ നടത്തിയാണ് മുഖം കാണിക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു വ്യക്തി പറഞ്ഞാൽ ഇത് ഓരോ ചാനൽ രൂപപ്പെടുന്ന, ഒരു പ്രാവശ്യം ഡീൽ ചെയ്യും, 2 പ്രാവശ്യം ഡീൽ ചെയ്യും, പിന്നെ ആ ചാനലിൻ്റെ ഉള്ളിലേക്ക് കള്ളം കയറും. ഇപ്പോൾ ഈ സെൻട്രലിലുള്ള ആൾ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകും. ആ ആൾ അപ്പുറത്ത് ചെയ്യുന്ന ക്രോസ് വെരിഫിക്കേഷൻ നടത്താതെ, അപ്പോൾ ഇത് കളക്ഷൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പറ്റിപ്പോകുന്ന അബദ്ധമാണ്. എന്തായാലും അത് അബദ്ധങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നോക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. ശരിക്കും നമ്മുടെ നാട്ടിൽ ഒന്നാമത് വാഹനങ്ങളുടെ ടാക്സ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. എത്ര ശതമാനം ടാക്സ്? ഒരു പുതിയ കാറ് വരുമ്പോൾ ഏകദേശം 48% GST പ്ലസ്
21% റോഡ് ടാക്സ് വരുന്നുണ്ട്. ഓക്കെ. ഏകദേശം 60-70% വാഹനത്തിൻ്റെ വിലയുടെ ടാക്സ് ആയിട്ടാണ് നമ്മൾ അടക്കുന്നത്. ഇത്ര എമൗണ്ട് ടാക്സ് വരും. 1 കോടിക്ക് നമ്മൾ ഇവിടെ ഒരു മെഴ്സഡസ് വാങ്ങിക്കുകയാണെങ്കിൽ അതൊരു CBU ആണെങ്കിൽ മാനുഫാക്ചർക്ക് 30 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. അതിന് അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് കൊച്ചിയിൽ ഡെലിവറി തരണം. ഇതിൻ്റെ ഇടയിൽ കൊച്ചിയിലൊരു ഡീലറുണ്ട്, ആൾക്ക് എന്തെങ്കിലും കിട്ടണം ഈ 30 ലാക്കിന്ന്. ബാക്കി മുഴുവൻ പൈസ പോകുന്നതും നമ്മുടെ സർക്കാരിലോട്ട്. പൈസ ഉണ്ടാക്കുന്ന സർക്കാരാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രൈസ് കൂടി നിൽക്കുന്നത്. ഇതിൽ നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരാൾ നല്ലൊരു വാഹനം വാങ്ങുമ്പോൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേറെ 10 പേർക്ക് വീട് വെച്ച് കൊടുത്തൂടെ. സത്യത്തിൽ അദ്ദേഹം അത് ഇൻഡയറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ മണി മുഴുവൻ ടാക്സ് ആയിട്ട് ഒരാൾ 10 കോടിയുടെ വണ്ടി വാങ്ങിക്കുമ്പോൾ 7 കോടി രൂപ ടാക്സ് പോകുന്നു എന്ന് പറഞ്ഞാൽ ആ 10 കോടിയുടെ വണ്ടി വാങ്ങിച്ച ആളുകളെല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യണം. അപ്പോഴാണ് അത്തരം ആളുകൾ കൂടുമ്പോഴാണ് ആ ടാക്സ് ഇനത്തിൽ സർക്കാരിലോട്ട് കൂടുതൽ പൈസ വരികയുള്ളൂ. ഓക്കെ. വണ്ടി ഇപ്പം ലക്ഷറി വണ്ടികൾ എടുക്കുന്ന ആൾക്കാർ പല ആൾക്കാരും പലതും പറയുമല്ലോ. അതെ അതെ, സ്വാഭാവികം. അപ്പോൾ ഈ ഒരു ടാക്സ് വലിയൊരു പ്രശ്നമാണ്. നമുക്ക് പല രാജ്യങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അറിയാം, അവിടെ നമ്മൾ കാണുന്ന വണ്ടികൾ, ആ വണ്ടികളുടെയൊക്കെ അവിടുത്തെ കോസ്റ്റ്. ഇപ്പോൾ വെൽഫെയർ ഒക്കെ പല രാജ്യങ്ങളിലും ടാക്സി ആയിട്ട് വിടുന്ന വണ്ടിയാണ്. ഇവിടെ വരുമ്പോഴത്തേക്കിനും ഭയങ്കര പ്രീമിയം ലക്ഷറി വണ്ടിയാണ് വെൽഫെയർ ഒക്കെ, അല്ലേ? അപ്പോൾ ടാക്സ് ഒരു വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഫുള്ളി ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന CBU വണ്ടികൾക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല ടാക്സാണ്. അതിൻ്റെ മെയിൻ എനിക്കൊരു റീസൺ എന്ന് പറയുന്നത് ഈ വാഹന കമ്പനികളൊക്കെ ഇവിടെ ഇന്ത്യയിൽ വന്ന് നിങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ തുടങ്ങിക്കോ എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും. പക്ഷെ അങ്ങനെ തുടങ്ങിയാൽ പോലും ചില വണ്ടികൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ലക്ഷറി വണ്ടികളൊക്കെ ആണെങ്കിൽ പോലും എത്രത്തോളം കച്ചവടം നടക്കുമെന്നുള്ളത്, അവർക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ച് റിട്ടേൺസ് കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം പലരും വരാത്തത്. അല്ലെങ്കിൽ പിന്നെ അവരിവിടെ ചെയ്യേണ്ടത് ഇവിടെ വണ്ടികൾ നിർമ്മിച്ച് ഇവിടെ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കണം, അങ്ങനെയുള്ള പരിപാടികൾ അവർ ചെയ്യണം. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഫോർഡ് എന്ന് പറഞ്ഞ കമ്പനി പൂട്ടിപ്പോയി. പല കമ്പനികൾ ഇവിടെ നിന്ന് പൂട്ടിപ്പോയി. ഇന്ത്യയിൽ വന്നിട്ട് ക്ലച്ച് പിടിക്കാതെ പൂട്ടിപ്പോയ ധാരാളം കമ്പനികളില്ലേ, അല്ലേ? പല കമ്പനികൾ പൂട്ടിപ്പോയി. പിന്നെ അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നു. നമുക്ക് ശരിക്കും നല്ല ഒരു വണ്ടി, പ്രത്യേകിച്ച് വിദേശങ്ങളിൽ പോകുന്ന ആൾക്കാർക്കാണ്, ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർക്കാണ്, അവിടെ ഈ വണ്ടിക്കൊക്കെ ഭയങ്കര വില കുറവല്ലേ. അപ്പോൾ അവിടെയൊക്കെ വണ്ടി വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിട്ട് ആ വണ്ടി അതിൻ്റെ ഡബിൾ പൈസയോ അതിന് മേളിലോ കൊടുത്ത് വാങ്ങിക്കാൻ പോകുമ്പം അവർക്ക് അതിൻ്റെ വിഷമം വരും. അപ്പം സാധാരണക്കാരും ചോദിക്കും, അവൻ കാശില്ല അവന് വാങ്ങിച്ചൂടെ എന്ന് ചോദിക്കും. പക്ഷേ ഒരു ടാക്സേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം അത് കുറച്ചും കൂടെ ഒക്കെ സിംപ്ലിഫൈഡ് ആക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. കാരണം പല കമ്പനികളും ഇപ്പോൾ റേഞ്ച് റോവർ ആണെങ്കിൽ തന്നെ ഇന്ത്യൻ കമ്പനിയാണ്, എന്നിരുന്നാലും ഇന്ത്യയിൽ ഒരു കാറ് വിൽക്കുന്നതിനേക്കാൾ കമ്പനിക്ക് പ്രോഫിറ്റ് വിദേശ രാജ്യങ്ങൾ വിൽക്കുമ്പോഴാണ്. ടയോട്ട ആണെങ്കിൽ ഏത് കമ്പനികളാണ്, കാരണം ഇവർക്ക് ഇതിൻ്റെ പ്രൈസ് അവർക്ക് കൂട്ടാൻ പറ്റുന്നില്ല. ഇത്രയും വലിയൊരു ടാക്സേഷൻ സ്ട്രക്ചർ ഉണ്ടായതുകൊണ്ട് അവർക്ക് ഒരിക്കലും പൈസ കൂട്ടാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനികൾ ഇവിടെ വളരെ കഷ്ടപ്പെടില്ല. പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു വലിപ്പമാണ്. ഇത്രയും വലിയ മാർക്കറ്റ് ആയതുകൊണ്ടാണ് പല കമ്പനികളും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ആളുകൾ ലൈഫ് സ്റ്റൈൽ നന്നാവും, ഒന്നും കൂടി ആളുകൾ അപ്ഡേറ്റഡ് ആവും, നല്ല വാഹനങ്ങൾ കുറച്ചുകൂടി നിരത്തിൽ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോഴും ടാക്സ് കൂടുതൽ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതായത് നല്ല വണ്ടികൾ വിലക്കുറവ് കിട്ടുമ്പോൾ ആളുകൾ കൂടുതൽ അത് വാങ്ങിക്കാൻ ട്രൈ ചെയ്യും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എന്തോ ടാക്സേഷനിൽ കുറച്ച് അളവുകൾ വന്നപ്പോഴത്തേക്കും കൂടുതൽ ഡിഫൻഡറുകളൊക്കെ എന്തോരം വന്നിട്ട് ഡിഫൻഡറെ കുറച്ച് പൈസ കുറഞ്ഞില്ല. ഇപ്പൊ എന്തോരം ഡിഫൻഡർ ആയി റോഡിൽ 10 ലക്ഷം 15 ലക്ഷം കുറഞ്ഞപ്പോഴേനും ആളുകൾ അത് വാവ് എന്നൊരു ഇത് വരെയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ വാങ്ങുന്ന പ്രത്യേകിച്ച് ടയോട്ട വാഹനങ്ങളിലൊക്കെയാണ് ഇതിന്റെ വ്യത്യാസം. ഇപ്പോൾ ലാൻഡ് ക്രൂയിസറൊക്കെ 1 കോടി രൂപയെ ഇന്ത്യൻ റുപ്പീസിന് നമുക്ക് വേൾഡിലെ ഒരു 80% രാജ്യങ്ങളും കിട്ടും. പക്ഷെ അതേ പ്രൊഡക്റ്റിന് നമുക്കിവിടെ 3 കോടി അല്ലെങ്കിൽ 2.5 കോടി രൂപ എന്ന് പറയുമ്പോൾ എന്താല്ലേ, അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ആ ആളുകൾക്ക് അത് കമ്പനിക്ക്, എന്നാൽ കമ്പനി വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ നമ്മൾ മാർക്കറ്റിൽ വിൽക്കുന്നത് തന്നെ. അതിൽ തന്നെ റോഡ് ടാക്സ്, ആദ്യം നമ്മൾ റോഡ് ടാക്സ് ഏകീകരിച്ചാൽ തന്നെ ഒരുപാട് രക്ഷപ്പെടും. ഇപ്പോൾ കേരളത്തിൽ 21%, 20+1, കർണാടകയും സെയിമാ, തമിഴ്നാടാണെങ്കിൽ 15%, ഗുജറാത്തിലാണെങ്കിൽ 6% ഉള്ളൂ, പോണ്ടിച്ചേരി 7%. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും HP-യിൽ ഒരു ലിമിറ്റഡ് എമൗണ്ടാണ്, 2 lakh അങ്ങനെ എന്തേ ഉള്ളൂ. പിന്നെ
മുംബൈയിലെ മാക്സിമം ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് 20 lakh. അതിന് മുകൾക്ക് റോഡ് ടാക്സ് ഇല്ല. അപ്പോൾ ഒരു റോൾസ് റോയ്സ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ 10 കോടിക്ക് 2 കോടി ടാക്സ് അടക്കുമ്പോൾ അതേ റോൾസ് റോയ്സ് മഹാരാഷ്ട്ര രജിസ്റ്റർ ചെയ്യുമ്പോൾ 10 കോടി 20 ലക്ഷമാണ്. ഏകദേശം 1,80,00,000 രൂപ ടാക്സിനകത്ത് തന്നെ വണ്ടിയിൽ, അതായത് റോഡ് ടാക്സിൽ മാത്രമേ ഈ ഡിഫറൻസുകൾ വരുന്നു. അപ്പോൾ അതിൽ ഏകീകരണം വന്നാൽ ഈ രാജ്യം ഒരുപാട് മുന്നോട്ട് പോകും. ഇത് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്, സർക്കാരിൻ്റെ ടാക്സിലല്ല. അതേപോലെ ഈ GST മറ്റു ഭാഗങ്ങളിലും ഈ വരുന്ന, അതിലുപരിയായിട്ട് ഈ ഒരു ഇൻഡസ്ട്രി വളരും തീർച്ചയായിട്ടും. ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ഫോർഡ് എന്ന് പറഞ്ഞ കമ്പനി പൂട്ടിപ്പോയതോടുകൂടി അതുമായിട്ട് അവിടുത്തെ ജീവനക്കാർക്ക് ജോലി പോയെന്ന് പറയാൻ പറ്റില്ല, കാരണം അവർ വേറെ എവിടെയെങ്കിലും കയറി കാണും. അതുമായിട്ട് ജോലി ചെയ്ത് വന്നിരുന്ന മറ്റനേകം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ എങ്ങനെ പോയാലും കുറഞ്ഞിട്ടുണ്ടാവാം. പിന്നെ ഇത് ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും ഒരു കമ്പനി വരുന്നതോടുകൂടി സംസ്ഥാനത്തിന് ടാക്സ്, അതിലൂടെ ടാക്സ് ഉണ്ട്. പിന്നെ പൗരന്മാർക്ക് ജോലി കൊടുക്കുക എന്നുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തിലും കൂടിയുള്ള സാധനമാണല്ലോ. അപ്പോൾ അതിന് ഒരു പരിഹാരം ഇങ്ങനത്തെ സെക്ടറുകൾ വന്നാലുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് നമുക്ക്. ഇപ്പോൾ മെഴ്സഡസ് തന്നെ ഇപ്പോൾ GLS ഒക്കെ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്, EQS മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. വേൾഡിൽ എല്ലായിടത്തും ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. സിമ്പിളായിട്ടൊരു കാര്യം പറയാം. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കിനും, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അമേരിക്കയിലായിരുന്നു, നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് കടകളിൽ പോയി കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ഏതൊരു ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ കടകളിൽ കയറിയാലും നമുക്ക് അതിൻ്റെ പിന്നാമ്പുറം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെ മെയ്ഡ് ഇൻ ബംഗ്ലാദേശ്. വളരെ അപൂർവമായിട്ട് മെയ്ഡ് ഇൻ ശ്രീലങ്ക കാണാം, പിന്നെ മെയ്ഡ് ഇൻ കൊളംബിയ എന്നൊക്കെ പറഞ്ഞ് കാണാം. അതിൽ മെജോറിറ്റി മെയ്ഡ് ഇൻ ഇന്ത്യ, പ്രത്യേകിച്ച് മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് മിക്ക ബ്രാൻഡുകളും. ബാൽമൈനൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ദുബായി പോയിട്ട് വലിയ പൈസക്ക് വാങ്ങിച്ച് തിരിച്ചുകൂടെ കൊണ്ടുവരുന്ന സാധനം മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് പലതും. ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന പല സാധനങ്ങളും മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഈ ഷൂസ് അങ്ങനെ സാധനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മെയ്ഡ് ഇൻ വിയറ്റ്നാം ആയിരിക്കും കൂടുതലും, അമേരിക്ക ആയതുകൊണ്ട്. പിന്നെ അമേരിക്കയിൽ ഇപ്പോൾ നമ്മുടെ ടെസ്ല അത്യാവശ്യം പുള്ളി അവിടെ ഇൻഫ്ലുവൻഷ്യൽ ആയതുകൊണ്ട് BYD അവിടെ കയറി കൂട്ടിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് BYD ഇല്ലാത്തതുകൊണ്ട് റോഡുകളിൽ നിറച്ച് നമുക്ക് ടെസ്ല കാണാൻ പറ്റും. പിന്നെ കരീബിയൻ രാജ്യങ്ങളിൽ പോകുമ്പോഴത്തേക്കിനും അവിടെ ടെസ്ല ഉണ്ട്, പക്ഷെ കുറവാണ്. പക്ഷെ അവിടെ BYD വണ്ടികളുണ്ട്. BYDയുടെ ഒക്കെ മറ്റേ ഇലക്ട്രിക് ട്രക്കുകളൊക്കെ വന്ന് തുടങ്ങിയല്ലോ. ഒക്കെ ഭയങ്കര രസമുള്ള വണ്ടികളാണ്. BYDയുടെ ഒക്കെ വണ്ടികൾ ഇവിടെയും വന്നിട്ടുണ്ട്. പക്ഷെ എന്ത് വിലയാ! നമ്മൾ ചൈനയിൽ പോകുന്നവർക്ക് അറിയാം BYD അവിടെ എത്രത്തോളം വിലയുണ്ട്. അവിടെ ആളുകൾ ഭയങ്കര ചീപ്പാണ്. നമ്മളിവിടെ മാരുതി വാങ്ങുന്ന പോലെയാണ് അവിടെ ആൾക്കാർ BYD വണ്ടികൾ വാങ്ങിക്കുന്നത്. എന്നാൽ നല്ല ഫീച്ചേഴ്സുള്ള, നല്ല ടെസ്ലയെ കാട്ടി മനോഹരമായിട്ടുള്ള ഡിസൈൻ വൈസും പിന്നെ ക്വാളിറ്റി വൈസും പിന്നെ അതിൻ്റെ ഒരു റിലയബിലിറ്റിയും ബാറ്ററിയുടെ പവറും കപ്പാസിറ്റിയും എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാലും BYD മാത്രമല്ല മറ്റനേകം ചൈനീസ് ബ്രാൻഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഗൾഫിലൊക്കെ GCCയിലൊക്കെ നമുക്ക് പലയിടത്തും കാണാൻ പറ്റുന്നുണ്ട് ചൈനീസ് വണ്ടികളൊക്കെ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു. പക്ഷേ ഇതൊക്കെ ഇന്ത്യയിൽ വരുമ്പോൾ നമുക്ക് കോടികളും മറ്റുമൊക്കെ ഭയങ്കര പ്രീമിയവും സാധാരണക്കാർക്ക് അഫോർഡബിൾ അല്ലാത്ത രീതിയിലേക്ക് മാറും. നേരെ മറിച്ച് BYDയൊക്കെ അവർ ചൈനയിലൊക്കെ പോകുമ്പോൾ അവർക്കൊരു ബെൻസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രീമിയം ലക്ഷറി വണ്ടി ഉണ്ടാവും. നമ്മളിവിടെ സെക്കൻഡ് ഒരു രണ്ടാമത്തെ കാറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചിടുന്ന പോലെയാണ് അവർ ചെറിയ വണ്ടികൾ വാങ്ങിച്ചിടുന്നത്. ആ സാധനം ഇവിടെ വരുമ്പോൾ വലിയ പ്രീമിയം വണ്ടിയായി, ഹൈ എൻഡ് വണ്ടിയായി. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു വണ്ടി വേണം, നിങ്ങൾക്ക് ഒരു വണ്ടി വേറൊരു രാജ്യത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു നിയമം നമുക്കില്ലല്ലോ. ഇല്ല. 100 കൂട്ടം ടെസ്റ്റുകളൊക്കെ നടത്തി അത് വണ്ടി അപ്രൂവ് ചെയ്ത് ഇവിടെ ഇറക്കിയാൽ മാത്രമേ നമുക്കത് വാങ്ങാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ 6 മാസത്തേക്കോ മറ്റോ കാർനെറ്റ് വെച്ച് കൊണ്ടുവരാം, അത്രയേ ഉള്ളൂ. അതിലുപരിയായിട്ട് വേറെ പരിപാടിയില്ല. പിന്നെ നമ്മൾ ഈ ഘോരം പ്രസംഗിക്കുന്നുണ്ട് ടൂറിസം പ്രൊമോഷന് വേണ്ടി നമ്മൾ ക്യാരവൻ ഉപയോഗിക്കാം, അല്ലെ ക്യാമ്പർ വാൻ ഉപയോഗിക്കാം, മോട്ടോർ ഹോമുകൾ ഉപയോഗിക്കാം. ഈ ക്യാരവൻ എന്താ, ക്യാമ്പർ വാൻ എന്താ, മോട്ടോർ ഹോം എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ് ഈ പറയുന്നത്. മോട്ടോർ ഹോം എന്ന് പറഞ്ഞാൽ സെൽഫ് ഡ്രൈവിംഗ് വണ്ടിയാണ്. അതിനകത്ത് നമുക്ക് ഉണ്ടുറങ്ങി ക്യാമ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ക്യാരവൻ എന്ന് പറയുന്നത് സിനിമാക്കാരെ പോലുള്ള ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ക്യാരവൻ. ഇനി ക്യാമ്പർ വാൻ എന്ന് പറയുന്നത് അത് മറ്റൊരു കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന സാധനമുണ്ടല്ലോ, അതും ഇതിൻ്റെ ഗണത്തിൽപ്പെടുന്ന സാധനമാണ്. അങ്ങനെ 3-4 കാറ്റഗറി സാധനമുണ്ട്. RV ഉണ്ട്, റിക്രിയേഷണൽ വെഹിക്കിൾസ് ഉണ്ട്. അപ്പോൾ അത് പല കാറ്റഗറി സാധനങ്ങളുണ്ട്.
ഈ സാധനമൊന്നും നമുക്കിവിടെ മര്യാദയ്ക്കൊന്നും കിട്ടാനില്ല. ആരെങ്കിലുമൊക്കെ തോന്നിയ പോലെ ARI ഡിസൈനൊക്കെ എടുത്ത് അവർ മറ്റേ ഈ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന പോലെ എടുത്ത് അപ്രൂവൽ എടുത്തിട്ട് ചെയ്യുന്ന അത് AC ഒക്കെ പിടിപ്പിക്കുന്നതാണ്. AC ഒക്കെ മറ്റേ വീടിൻ്റെ അകത്ത് വെക്കുന്ന സ്പ്ലിറ്റ് AC ഒക്കെ ആയിരിക്കും വണ്ടിക്കകത്ത് വെക്കുന്നത്. അപ്പോൾ ഇതിനൊന്നും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സംഭവങ്ങളോ സാധനങ്ങളോ ഒന്നുമില്ല. നേരെ മറിച്ച് യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വെയിൻസ്ബർഗ് പോലെയുള്ള പല നല്ല അടിപൊളി കമ്പനികളുടെ വെൽ ബിൽറ്റ് ബോഡി, അതായത് അത്രയും ഫിനിഷിങ്ങിൽ ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് വീട് പോലെ ഉണ്ടാവും. അത്രയും മനോഹരമായിട്ടുള്ള ഫിനിഷിങ്ങിൽ പ്രോപ്പർ ഡിസൈനിൽ എല്ലാ സേഫ്റ്റി പ്രോട്ടോകോൾസും നോക്കി എല്ലാ സ്റ്റാൻഡേർഡ്സും കീപ്പ് ചെയ്ത് അവരോടുണ്ടാക്കുന്നു, വിൽക്കുന്നു. നമുക്ക് അതോടെ വാങ്ങിച്ചോണ്ട് വരാമെന്ന് വെച്ചാൽ അതും പറ്റത്തില്ല. ഇവിടെ ആണ് നിർമ്മിക്കാമെന്ന് വെച്ചാൽ അതും പറ്റത്തില്ല, നിർമ്മിക്കാൻ സമ്മതിക്കത്തുമില്ല. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ അതിൻ്റെ ടൂറിസം പ്രൊമോട്ട് ചെയ്യും, ഇതിൻ്റെ ടൂറിസം പ്രൊമോട്ട് ചെയ്യും, ഇതെല്ലാം നമ്മൾ പറയുകയും ചെയ്യും. അപ്പുറം ഇത്തരം വാഹനങ്ങൾക്ക് നല്ല റോഡ് നിർബന്ധം. നമുക്കൊരു കാരവൻ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ക്യാമ്പർ വാനോ ഉപയോഗിക്കണമെങ്കിൽ ആ റോഡിൻ്റെ ഒരു സ്മൂത്ത്നെസ് അത് വളരെ നിർബന്ധമാണ്. കാരണം ഇത് ഇത്രയും വലിയ വണ്ടി ബോഡി റോളിംഗ് ഇല്ലാതെ ഓടണമെങ്കിൽ നല്ല റോഡുകളും നിർബന്ധമാണ്. അപ്പോൾ ആദ്യം ഇൻഫ്ര ശരിയാവണം. ഇൻഫ്ര ശരിയായാൽ ഞാൻ വിശ്വസിക്കുന്ന ഈ പുതിയ റോഡ് വരുന്നതോടുകൂടി കേരളത്തിൽ എന്തായാലും ഈ ഒരു കൾച്ചർ വരും. കാരണം കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മളിപ്പോൾ റോഡിൽ 10 വർഷം ബാക്കിലാണെങ്കിലും കേരളക്കാരുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചുകൂടി അപ്ഡേറ്റഡാണ് മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച്. അപ്പോൾ ആ നല്ല റോഡുകൾ വരുന്നതോടുകൂടി ഇനി പുറത്തുനിന്ന് പൈസ കൊടുത്തിട്ടെങ്കിലും ആളുകൂടെ കൊണ്ടുവരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അത് അങ്ങനെ കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാലും നടക്കണ്ടേ, ഇത് സംഭവിക്കണ്ടേ, നിയമപരമായിട്ട് കൊണ്ടുവരാൻ പറ്റണ്ടേ. അതാണ്. എന്നാൽ ഇവിടെയുള്ള നമ്മുടെ ഫോഴ്സ് പോലെയുള്ള ട്രാവലറൊക്കെ ഇറക്കുന്ന ഫോഴ്സ് ഇല്ലേ, ഫോഴ്സിൻ്റെ ഇപ്പോൾ പുതിയ അർബേനിയ എന്നൊക്കെ പറഞ്ഞവർ പുതിയ മോഡലിൽ വണ്ടിയൊക്കെ ഇറക്കി. എന്നാൽ അവർ വിചാരിച്ചാലെങ്കിലും ഇത് കുറച്ച് വൃത്തിക്ക് ഇറക്കാവുന്നതേ ഉള്ളൂ. അതും ചെയ്യില്ല. പിന്നെ നമ്മുടെ ഞാൻ കുറ്റം പറയില്ല കേട്ടോ, നമ്മുടെ ആംബുലൻസുകളെന്ന് പറഞ്ഞ നിരത്തിൽ ചീറിപ്പായുന്ന വണ്ടികൾ, ഇതിനൊക്കെ എന്ത് സേഫ്റ്റി സുരക്ഷയാണുള്ളത് പല വണ്ടികൾക്കും ഇല്ലേ? ഇതൊന്നും നോക്കാതെ കണ്ട് പല കാര്യങ്ങളും വെച്ചിട്ട് ഇത് മൊത്തത്തിൽ ഈ നിയമത്തിൽ ഒരു പൊളിച്ചു പണി ആവശ്യമല്ലേ? ഈ നമ്മുടെ ഈ ഒരു ഗതാഗത നിയമത്തിലും ഇപ്പോഴും പഴയ കാര്യങ്ങളല്ലേ പലതും തീർച്ചയായും ഞാൻ കൊണ്ടുപോകുന്നത്. താങ്കൾ സേഫ്റ്റിയുടെ കാര്യം ഇപ്പോൾ ഒരു ലക്ഷറി കാറുകളിൽ പല ഡാഷ്ബോർഡിൽ നമ്മൾ വുഡൻ പീസുകൾ കാണാം. ഇപ്പോൾ റോൾസ് റോയ്സ് തൊട്ട് ഇപ്പോൾ ബെൻസ് ആയാലും വോൾവോ ആയാലും ഈ ഒരു വുഡൻ പാനൽ ആക്ച്വലി അത് വുഡനാണ്. പക്ഷെ അതിന് എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനെ ക്രഷ് ചെയ്ത് രണ്ടാമത്, അതായത് ഇത് നാളെ ഈ വാഹനം ഒന്ന് ആക്സിഡൻ്റ് ആയാൽ ഇതിൽ ഈ മരച്ചുകൾ കുത്തി ആളുകൾക്ക് പരിക്ക് പറ്റരുത് എന്നുള്ള രീതിയിൽ അതിനെ റിവേഴ്സിൽ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ അത്ര ശ്രദ്ധിച്ചിട്ടാണ് ഒരു ബ്രാൻഡ് ഒരു മരത്തിൻ്റെ പീസ് ഒരു വാഹനത്തിൽ വെക്കുന്നത്. ഒരിക്കലും അതൊരു ആക്സിഡൻ്റ് ആയാലും അത് പൊട്ടി അതിൽ നിന്നൊരു പോറൽ ആ കസ്റ്റമർക്ക് വരില്ല, എത്ര ഫോഴ്സിൽ വണ്ടി ആക്സിഡൻ്റ് ആയാലും. പക്ഷേ ഇന്ന് താങ്കൾ ഈ പറഞ്ഞ പോലെയുള്ള ഈ മെയ്ഡ് ഇൻ കേരള കാരവാൻസിൽ വെക്കുന്ന മരങ്ങളും അല്ലെങ്കിൽ ഈ നേരത്തെ AC ഒക്കെ പറഞ്ഞു, ഇതൊക്കെ തലയിൽ വീണാൽ തന്നെ വണ്ടി ചെറിയൊരു ആക്സിഡൻറ്റിൽ ഇത് തലയിൽ വീണിട്ട് ആൾക്ക് പരിക്കും. അപ്പോൾ ഇതിനൊരു മാനദണ്ഡം നമുക്കില്ല. അതിലൊരു എന്തെല്ലാം മെയ്ഡ് ഇൻ കേരള കാരവൻ ഉണ്ടാക്കുന്നത് സിനിമാക്കാരെ പോലുള്ള ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ്. അതിനകത്ത് ആൾക്കാരിരുന്ന് യാത്ര ചെയ്യുന്ന വണ്ടികൾ വളരെ അപൂർവമാണ്. അതെ 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 മനസ്സിലായി. ആ പർപ്പസിന് വേണ്ടി അല്ല ഇതൊന്നും ഉണ്ടാക്കുന്നത്. അതെ അതെ. പക്ഷെ ഇതും റണ്ണിങ്ങിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ടൂറിസത്തിന് വേണ്ട വണ്ടികൾ ഇതേ സ്ഥലങ്ങളിലാണ് നിർമ്മിക്കപ്പെടുന്നത്. ഈ പറഞ്ഞ AC അതിലും അങ്ങനെയാണ് ഫിറ്റഡ്. ഞാൻ പറഞ്ഞ ഒരു മരത്തിൻ്റെ ഒരു ലക്ഷറി ബ്രാൻഡിൽ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി മാനദണ്ഡമുള്ള സ്ഥലങ്ങളിൽ ഒരു മരത്തിൻ്റെ പീസ് ഫിറ്റ് ചെയ്യുമ്പോൾ ആദ്യം അത് ഫിറ്റ് ചെയ്ത് പിന്നെ അതിനെ ഡിസ്പാനൽ ചെയ്ത് അതിന് ഒരിക്കലും ഷാർപ്പായ ഭാഗങ്ങളില്ല ഉറപ്പുവരുത്തി രണ്ടാമത് അതിനെ പേസ്റ്റ് ചെയ്യാണ്. അത്രയും സൂക്ഷ്മത ആ ഒരു ചെറിയ പീസിലുണ്ട്. ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞു, ഇത് നമ്മളെ നാട്ടിലെ സാധാരണ ഏതെങ്കിലും ഒരു ആശാരിയോ അല്ലെങ്കിൽ മരപ്പണിക്കാരനോ പോയിട്ടാണ് ഇത്തരം കാരവനും ക്യാമ്പർ വാനൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതിലും അശാസ്ത്രീയത. ഈ ആശാരി നിർമ്മിക്കുന്ന വണ്ടികൾ നമ്മുടെ KSRTC ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് കുറച്ചൊക്കെ മാറിയത്. KSRTC പണ്ട് നമുക്ക് ടോപ്പിക്ക് മാറിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ, സംസാരിക്കാമല്ലോ അല്ലേ. നമുക്ക് ഈ KSRTC ഈ സ്വന്തമായിട്ട് ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പുകളുണ്ടായിരുന്നു. അവർ അത്യാവശ്യം നല്ല പ്രോപ്പറായിട്ട് ഈ ARI അപ്രൂവ്ഡ് ഡിസൈനുകൾ വെച്ചിട്ട് ബോഡി നിർമ്മിക്കുമായിരുന്നു. ഈ ബോഡി നിർമ്മിച്ചതിന് ശേഷം ഇതെന്തെങ്കിലും തട്ടോ മുട്ടോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി മറ്റേ അതായത് ഇപ്പോൾ എറണാകുളം ഡിപ്പോ ആണ്, എറണാകുളം ഡിപ്പോയിലെ അവിടുത്തെ മേസ്ത്രി ആയിരിക്കും ഇതെല്ലാം റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു ഊഹത്തിന് അപ്പോഴത്തേക്കും ഈ വണ്ടിയുടെ സകലമായ ഡിസൈനും ബാക്കിയുള്ള പരിപാടികളെല്ലാം മാറി, അതിൻ്റെ ആ ഒരു പ്രോപ്പർ സ്റ്റാൻഡേർഡ്സ് എല്ലാം മാറി. പക്ഷെ അതല്ല ഇപ്പം മാറി. ഇപ്പം ബസ്സുകൾ ബോഡി ചെയ്ത് പുറത്തുനിന്ന് ഈ പറഞ്ഞ അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ബോഡി ചെയ്ത് വാങ്ങിക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു.
അങ്ങനെ ഒത്തിരി ഡിസൈനുകളിലെ മാറ്റം വന്നു, വളരെയധികം മാറ്റം വന്നല്ലോ. ഇപ്പോൾ വോൾവോ ബസ്സുകളാണെങ്കിലും സ്കാനിയ ബസ്സുകളാണെങ്കിലും സ്കാനിയ പൂട്ടിപ്പോയി ഇല്ല, അതാ സ്കാനിയ വരെ പൂട്ടിപ്പോകേണ്ട അവസ്ഥ വന്നു. ഇത്രയും പ്രീമിയം സെഗ്മെൻറ്റിൽ സ്കാനിയ വരെ പൂട്ടിപ്പോയി. ഇത് ഈ സ്കാനിയ പൂട്ടിപ്പോയ കഥ പറഞ്ഞപ്പോഴാണ് സ്കാനിയയുടെയും വോൾവോൻ്റെയൊക്കെ ആസ്ഥാനത്ത് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ സ്വീഡനിൽ പോയ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാനിയ ഇന്ത്യ അവർ സേവനം അവസാനിപ്പിച്ചത് അവർക്ക് ഇന്ത്യയിൽ കൈക്കൂലി കൊടുത്ത് മടുത്തത് കൊണ്ടാണ് എന്ന് അവരുടെ ഒരു നേതാവ് അവരുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വ്യക്തമായിട്ട് അവിടെ പലയിടത്തും എഴുതി വെച്ചിട്ടുമുണ്ട്. അതായത് ഇവിടുത്തെ ഒരു കേന്ദ്രത്തിലെ ഒരു പ്രധാനമന്ത്രിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അത് കമ്പനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് അത്തരത്തിൽ ആ കമ്പനി ഇവിടുന്ന് പൂട്ടിപ്പോയി എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ അത് ശരിക്കും നമുക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ആണ് അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇത് ഒത്തിരി റീസൺസ് ഉണ്ട് ഒരു സ്ഥാപനം പ്രവർത്തിച്ച് വരുമ്പോഴത്തേക്കിനും. പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്, പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ട്, നിയമപരമായിട്ടുള്ള വെല്ലുവിളികളുണ്ട്, നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഇല്ലേ? അതെ, ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മളെ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ പൗരന്മാർ എന്ന് പറയുന്ന ഇപ്പോൾ ഉപഭോക്താവ് പല കസ്റ്റമർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് താഴെ ലെവലിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സർക്കാർ ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇതൊക്കെ ബെറ്ററായി കൊണ്ടുവരും. കാരണം ഈ വ്യക്തികളെല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുന്ന, ഇപ്പോൾ നമ്മളിപ്പോൾ നല്ല കാർ വേണം എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഈ എയ്പ്പ് എന്ന് പറഞ്ഞ ഓട്ടോയിൽ 15 ആൾ യാത്ര ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഇന്നും കേരളത്തിലുണ്ട്. അവരെ സംബന്ധിച്ച് ഇന്ത്യയിലുണ്ട് ഏത് തരത്തിലുള്ള വണ്ടി, അത് ഏത് മരം കൊണ്ടുണ്ടാക്കിയാലും അത് അവർക്ക് ലക്ഷറിയായി ഫീൽ ചെയ്യുന്നവരുണ്ട്. നമ്മളൊരു ഇൻ്റർനാഷണൽ എക്സ്പ്ലോഷറിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലും കൂടി ഒരു വളർച്ച വന്നാൽ മേ ബി സർക്കാരിന് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ഇതിൽ ചെയ്യാൻ കഴിയുള്ളൂ എന്നൊരു തോന്നല്. എനിക്ക് തോന്നുന്നു ഇപ്പം എയർ ബാഗുകളും ABS-ഉം ഒക്കെ സ്റ്റാൻഡേർഡ് നിർബന്ധമായിട്ടുള്ള രീതിയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നല്ലോ, നിയമമൊക്കെ കൊണ്ടുവന്നല്ലോ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതൊരു കോസ്മെറ്റിക് ആയിട്ടുള്ള, അതായത് ഒരു ഇമ്പാക്റ്റിൻ്റെ ആഘാതം കുറക്കാൻ മാത്രം സഹായിക്കുന്ന വളരെ കോസ്മെറ്റിക് ആയിട്ടുള്ളൊരു സേഫ്റ്റി ഫീച്ചറാണ് എയർ ബാഗ് എൻ്റെ വിശ്വാസത്തിൽ. ശരിക്കും ഇതിൻ്റെ ഈ സ്ട്രക്ചറിലുണ്ടാകുന്ന അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അവിടെയാണ് നമ്മുടെ ഇന്ത്യൻ വാഹനങ്ങൾ പരാജയപ്പെടുന്നത്. ഇപ്പോൾ ബോറോൺ സ്റ്റീൽ പോലത്തെ സ്റ്റീലാണ് പല ലക്ഷറി വാഹനങ്ങളും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്തും നമ്മുടെ നോർമൽ സ്റ്റീലിൻ്റെ സ്ട്രെങ്ത്തും വ്യത്യാസം. അപ്പോൾ ഇന്ത്യൻ, ഞാൻ ബ്രാൻഡ് പറയുന്നില്ല, പല വാഹനവും ഒരു 6 മാസം ഒരു ബീച്ച് സൈഡിൽ ഉപയോഗിച്ചാൽ പണ്ട് നമുക്ക് അംബാസഡറിന് ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കുറച്ചൊന്ന് മെച്ചപ്പെട്ടു എന്നല്ലാതെ തുരുമ്പ് വരുന്ന പ്രശ്നങ്ങളുണ്ട്. അതേസമയം ഇപ്പോൾ ഒരു ജർമ്മൻ വാഹനമായാലും അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ജാപ്പാൻ ആണെങ്കിലും അവിടുന്ന് വരുന്ന വാഹനം അല്ലെങ്കിൽ ആ SOP-യിൽ ഉണ്ടാക്കിയൊരു വാഹനത്തിന് ഇതേ കോസ്റ്റൽ ഏരിയയിൽ പ്രോബ്ലം കാണുന്നില്ല. അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ബിൽറ്റ് ക്വാളിറ്റി ആണിത്. അതിലും റെസ്ട്രിക്ഷൻ വരുന്നത് ഇത് ഈ പറഞ്ഞ പോലെ ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ വെച്ച് ബിൽറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ മെഴ്സഡസൊക്കെ പിടിച്ച് നിൽക്കുന്ന അതിൻ്റെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി വെച്ചാൽ, റോബോട്ടിക് സംവിധാനം വെച്ചാൽ, അതിൽ മാൻ പവർ വരുമ്പോൾ വീണ്ടും വാഹനത്തിൻ്റെ കോസ്റ്റ് വീണ്ടും കൂടുകയാണ്. മറ്റേത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയെങ്കിലും അവർക്ക് നിർമ്മാണം കാറിൽ കോസ്റ്റ് കുറയും. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് മുജീബിക, ഈ ആളുകൾ ഈ ലക്ഷറി വാഹനങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ലക്ഷറി എന്ന് പറഞ്ഞൊരു വാക്ക് മാത്രമാണ്. അതായത് ഞാനൊരിക്കലും അതിനെ ഒരു ലക്ഷറി വാഹനം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല പല വണ്ടികളെയും. ഇപ്പോൾ നിങ്ങൾ വിൽക്കുന്നൊരു വാഹനം ഏതാണ്? ഒരു വണ്ടി പറയൂ, ഒരു 1.5 CR ഒരു വണ്ടി പറഞ്ഞേ, കോമൺ ആയിട്ട് കേരളത്തിൽ കാണുന്നൊരു വണ്ടി. എസ് ക്ലാസ് വേണമെങ്കിൽ എസ് ക്ലാസ്സിലുള്ള ഫീച്ചേഴ്സ് നമുക്കറിയാം. 1.5 കോടി രൂപ വിലയുള്ള, ഒരു 25 ലക്ഷം വരെ വിലയുള്ള ഒരു ചൈനീസ് വണ്ടിയിൽ അതിലും കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതും അൾട്രാ ലക്ഷറി എന്ന് പറയത്തില്ലേ? വാട്ട് ഡു യു മീൻ ബൈ ലക്ഷറി? ലക്ഷറി വണ്ടികളെന്ന് പറയാതെ സേഫസ്റ്റ് വണ്ടികളെന്ന് പറയണം. അതിനുവേണ്ടിയാണ് ഈ പൈസയുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള വണ്ടികൾ എടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു എന്താ പറയുക, അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയുടെ നെക്സ്റ്റ് എയിം എന്ന് പറയുന്നത് ആ ആൾ ഹെൽത്ത് ആരോഗ്യം സൂക്ഷിക്കാൻ നോക്കും, ആ ആൾ ദീർഘകാലം ജീവിക്കാൻ നോക്കും. ഈ യാത്ര ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ റിസ്ക്കുള്ള സംഭവം നമ്മുടെ റോഡുകളിൽ ഇറങ്ങിയുള്ള സേഫ്റ്റി പ്രോബ്ലംസ് അറിയാം. അപ്പോൾ അങ്ങനെ സേഫായിട്ടുള്ളൊരു വണ്ടി ഇപ്പം നിങ്ങളൊരു ദിവസം എത്ര മണിക്കൂർ റോഡിൽ യാത്ര ചെയ്യുന്നുണ്ട്? നമ്മൾ ഏറ്റവും കൂടുതൽ റോഡിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം
നമ്മൾ വീട്ടിലിരിക്കുന്ന പോലെ സുരക്ഷിതമായിരിക്കണം നമ്മൾ റോഡിൽ യാത്ര ചെയ്യുന്ന വാഹനവും. അപ്പോൾ അത്തരത്തിൽ സുരക്ഷിതമായ ഒരു വാഹനത്തിന് വേണ്ടിയല്ലേ ആളുകൾ സത്യം പറഞ്ഞാൽ ഈ ഇത്രയും വലിയ ബ്രാൻഡുകളിലേക്ക് പോകുന്നത്? തീർച്ചയായിട്ടും. അതായത് ഇതിൻ്റെ സേഫ്റ്റിയാണ് ഇതിൻ്റെ ഏറ്റവും മുന്നിൽ നമ്മൾ കാണേണ്ടത്. പലരും അതിന് പ്രയോറിറ്റി ഉണ്ട്. നിർഭാഗ്യവശാൽ പലരും ഇതിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് എന്നതിലോട്ടാണ് പോകുന്നത്. അതെ, ആ സോഷ്യൽ സ്റ്റാറ്റസിനേക്കാൾ നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു 2005 മോഡൽ ബെൻസോ BMO അല്ലെങ്കിൽ 2008 മോഡലാണെങ്കിലും ആ വണ്ടിക്കും അതിൻ്റേതായ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ വണ്ടി എത്ര പഴയതാണെങ്കിലും. പക്ഷേ അതൊരിക്കലും നമുക്കിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ ഇൻഫോർടൈൻമെൻറ്റിലോ അല്ലെങ്കിൽ മറ്റ് ഉള്ള ആഡംബരങ്ങളിലോ അല്ലാത്ത. അതെ, അതാ ഞാൻ പറഞ്ഞത്. ലക്ഷറി എന്ന് ഞാൻ പറയില്ല, സേഫസ്റ്റ് വണ്ടികളെന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ അതാണ്. എനിക്ക് എത്ര ആൾക്കാരെ അറിയാമെന്നറിയാമോ വണ്ടി ടോട്ടൽ ലോസ് ആയി, ആൾക്കൊന്നും പറ്റിയില്ല. ഇഷ്ടംപോലെ ആൾ നേരെ മറിച്ച് ബ്രാൻഡ് പറയുന്നില്ല, മറ്റ് പല വണ്ടികളും നമുക്ക് എങ്ങനെ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും ഏത് ബ്രാൻഡാണെങ്കിൽ പോലും. പിന്നെ ലക്ഷറിയിൽ ഞാൻ ഒരു വ്യത്യാസം, ഇപ്പോൾ ലെതറിൻ്റെ ക്വാളിറ്റി ഡിഫറെൻ്റ് ആവും. പിന്നെ സസ്പെൻഷനുകൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ഇൻഫോർടൈൻമെൻ്റ് ഉണ്ടെങ്കിലും ആ വാഹനത്തിൻ്റെ ബോഡി വെയ്റ്റ് മേ ബി നമ്മുടെ ഇപ്പം ഇന്ന് ലക്ഷറി പറഞ്ഞ വാഹനങ്ങൾ ഇതില്ല. സസ്പെൻഷൻ്റെ ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അതുപോലെ ബ്രേക്കിംഗ് മറ്റ് ഇങ്ങനെ ഒരുപാട്. ഇപ്പോൾ പലരും കാൽക്കുലേറ്റ് ചെയ്യുന്നത് 0 to 100 എന്നാണ്. തിരിച്ചുള്ള കണക്കാരും പറയാറില്ല 100 to 0 എന്നുള്ളത്. അത് വലിയൊരു, അത് എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ചർച്ച ചെയ്യപ്പെടാത്ത വിഷയമാണ്. ഈ 100 to 0 എത്ര ബ്രേക്കിംഗ് എഫിഷ്യൻസി. ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന, ഞാൻ സാന്ദർഭികമായിട്ട് പറയാം, പലരും ഈ പവർ കൂട്ടുന്ന പരിപാടികളുണ്ട് പല സംവിധാനങ്ങളും. ഒരു മാനുഫാക്ചർ സത്യത്തിൽ പല വണ്ടികളിൽ ഉപയോഗിക്കുന്ന മെഷീൻ ഒരേ എൻജിനുകളാണ്. പക്ഷെ അവർ ഇതേപോലെ അവർ പവർ കൂട്ടിയിട്ടാണ് 350 250 എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നത്. അവർ പക്ഷേ ആ എൻജിൻ പവർ മാത്രമല്ല അവർ കൂട്ടുന്നത്, അതിനനുസരിച്ച് ബ്രേക്ക് ഡിസ്കിൻ്റെ വലുപ്പം കൂട്ടും, ബ്രേക്കിൻ്റെ ഡിസ്കിൻ്റെ വലുപ്പം കൂട്ടും, അതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് വരും. അങ്ങനെ ഒരുപാട് ഏരിയയിൽ മാപ്പ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ആഫ്റ്റർ മാർക്കറ്റ് നല്ല രീതിയിൽ മാപ്പ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അവർ അങ്ങനെ മാപ്പ് ചെയ്യുമ്പം ഇത് മാറണം അത് മാറണം എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കേട്ട് നമ്മൾ അതിൽ നിന്ന് വിഡ്രോ ആയി ജസ്റ്റ് എൻജിൻ മാത്രം ട്യൂണിങ് ചെയ്യും. ഭയങ്കരമായ അപകടം. അതായത് ഒരു കാരണവശാലും ആ പവറിനനുസരിച്ച് ഈ വാഹനം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ലക്ഷറി കാർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണെന്നാണ് ഞാൻ പറയുന്നത്. ഈ ബ്രേക്കിംഗ് സിസ്റ്റങ്ങളായിക്കോട്ടെ മറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ, എന്താണ് റോയൽ ഡ്രൈവിൻ്റെ നെക്സ്റ്റ് ഒരു 5 ഇയേഴ്സിലേക്കുള്ള പ്ലാൻ? റോയൽ ഡ്രൈവിൻ്റെ ഒരു 5 ഇയർ പ്ലാൻ ഞങ്ങൾ നേരത്തെ നമ്മളൊരു വിഷൻ വൃത്തിയിലുണ്ടായതുകൊണ്ട് 15 വർഷം വരെയുള്ള പ്ലാൻ എനിക്ക് പറയാൻ കഴിയും, അങ്ങനെയല്ല. അപ്പോൾ 5 ഇയറിൽ അടുത്തൊരു 2-3 ഇയറിൽ ഞങ്ങൾ ഈ സ്മാർട്ട് എന്ന കൺസെപ്റ്റ് ഒരു SME IPOക്ക് പോകണം. സ്മാർട്ട് എന്ന് പറയുമ്പോൾ മറ്റേ ബഡ്ജറ്റ് കാറുകൾ. അത് കഴിഞ്ഞ് ഒരു 5 വർഷം കൊണ്ട് ടോട്ടൽ ഈ റോയൽ ഡ്രൈവ് എന്ന കമ്പനി IPOക്ക് പോകണം. റിലാക്സ് അല്ല, നമ്മൾ ഇത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിരുന്നൊരു ബിസിനസ്, അല്ലെങ്കിൽ ഇതൊരു അൺടച്ച്ഡ് അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു മാർക്കറ്റിനെ നമ്മളിതിനെ ബിസിനസ് ആക്കുമ്പോൾ ഇന്ന് 250 ആളുകൾ ഞങ്ങളെ കൂടെ ഉണ്ട്. ഇത് നാളെ 2500 20,000 ആകുമ്പോൾ നമുക്ക് അത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. അത്ര ആളുകൾ എൻഗേജ് ആകും. ഇതില്ലെങ്കിലും ഇപ്പോൾ ഞങ്ങൾ റോയൽ ഡ്രൈവ് ഇവിടെ ഇല്ലെങ്കിലും ആളുകൾ വണ്ടി വാങ്ങും, വിൽക്കും. ഈ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ ടു കസ്റ്റമറൊക്കെ നടക്കും. പക്ഷേ ഇതിൽ ബിസിനസ് മോഡൽ വരുമ്പോൾ ആ ബിസിനസ് മോഡൽ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്നുണ്ട്. അവരുടെ കുടുംബങ്ങൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഗുണമുണ്ട്. സർക്കാരിലോട്ട് GST ആയിട്ടും ടാക്സ് ആയിട്ടും ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ചാരിറ്റിയാണ്. നമ്മളൊരിക്കലും റിലാക്സ് ആവുക എന്ന കൺസെപ്റ്റ് ഇല്ല. ഇതിനെ ആദ്യം ഇന്ത്യയിൽ നോക്കണം, അത് കഴിഞ്ഞ് അടുത്ത രാജ്യങ്ങളിലോട്ട് പോകണം. നമുക്ക് ലോകം മൊത്തം ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞാൽ വളരെ അഡാപ്റ്റീവാണ്. ഇപ്പോൾ ഒരു രാജ്യത്ത് ചെന്നാൽ അവിടെ എല്ലാവരും ഓട്ടോറിക്ഷയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കൊരു പ്രിയോണ്ട് ഓട്ടോറിക്ഷ വിൽക്കാം. വേറെ രാജ്യത്ത് നിന്ന് അവിടെ എല്ലാവരും പ്രൈവറ്റ് ജെറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് പ്രിയോണ്ട് പ്രൈവറ്റ് ജെറ്റും വിൽക്കാം.
അപ്പോൾ ആ കസ്റ്റമറെയും അല്ലെങ്കിൽ ആ നാടിനെ അനുസരിച്ച് ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണ്. ഇപ്പം ഞാനൊരു മെഴ്സഡസ് ബെൻസിൻ്റെ ഡീലറാണെങ്കിൽ മെഴ്സഡസ് ബെൻസിൻ്റെ എല്ലാ വാഹനവും സക്സസ് അല്ല, അവരും ഫ്ലോപ്പായ വാഹനങ്ങളുണ്ട്. ആ ഫ്ലോപ്പായത് ഞാൻ വിൽക്കണം. ഞങ്ങളെ സംബന്ധിച്ച് അത്തരം പ്രശ്നങ്ങളില്ല. മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന, കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ്, ആ രാജ്യത്തിൻ്റെ അവസ്ഥകൾക്കനുസരിച്ചുള്ള പ്രോഡക്റ്റ് വാങ്ങി വിൽക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊരു അനന്ത സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നാളെ ഇത് പണ്ട് ഞാൻ ഒരാളായിരുന്നു, ഇപ്പം ഞങ്ങളൊരു ടീമാണ്. എനിക്ക് നല്ലൊരു കോർ ടീമുണ്ട്. അപ്പോൾ ഇത് ഈ നാളെ ഇന്ന് എൻ്റെ കൂടെയുള്ള ഈ കോർ ടീം നാളെ ഓരോ രാജ്യങ്ങൾ നോക്കാൻ കപ്പാസിറ്റി ഉള്ളവരായി വളരണം. അപ്പോൾ അവർ ജീവിതത്തിൽ രക്ഷപ്പെടും. ഇങ്ങനെയുള്ള ഒരു വലിയ സ്വപ്നമാണ്. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുണ്ടെങ്കിൽ ഇത്ര റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. അതായത് എനിക്ക് ഇൻഡിവിജ്വലി ചെയ്യലാണ് ഏറ്റവും, അതായത് ഞാൻ എൻ്റെ ഭാര്യ മക്കളെങ്കിൽ ഇപ്പം എനിക്കിപ്പോൾ ദുബായി പോയി ബിസിനസ് ചെയ്യാം, എന്തും ചെയ്യാം. ഇവിടെ നമ്മളൊരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഇതൊരു ഐസ്ബർഗാണ്. ഇത് നമ്മൾ 30-ാം തീയതി നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഇത്ര രൂപ റെൻ്റ് ഉണ്ട്, ഇത്ര രൂപ സാലറി ഉണ്ട്, ഈ പൈസ നമ്മൾ ക്യാഷ് ഫ്ലോ സെറ്റായി നിൽക്കണം. ശരിക്കും നിങ്ങളൊരു ഫുള്ളി കംപ്ലീറ്റ് കോർപ്പറേറ്റ് സ്ട്രക്ചറിലാണ് അല്ലേ? അതെ അതെ. ഓക്കെ. ഞാൻ US-ലായിരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം നമ്മളവിടെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കണ്ട സംഭവമാണ് ബോട്ട് കച്ചവടം. പ്രത്യേകിച്ച് ഫ്ലോറിഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പലതരത്തിലുള്ള ചെറുത് മുതൽ വലുത് വരെയുള്ള യോട്ടുകൾ വരെയുള്ള ബോട്ടുകൾ കച്ചവടം ചെയ്യുന്ന ടീമുകൾ. അത് പുതിയത്, സെക്കൻഡ്, പിന്നെ ഈ ബോട്ട് സ്റ്റോറേജ് സംവിധാനങ്ങൾ. പിന്നെ ഞങ്ങളൊരു മയാമി ബീച്ചിന് മുകളിലൂടെ ഫ്ലൈ ചെയ്യാൻ പോയ സമയത്ത് ഞങ്ങൾ അവിടുത്തെ ഒരു പ്രൈവറ്റ് എയർപോർട്ടിന് സമീപത്ത് പോയപ്പോഴത്തേക്കിനും അവിടെ വിമാനങ്ങൾ വെറുതെ ഇട്ടിരിക്കുക കുറേ. അപ്പോൾ അവിടെ ഒരു മാഗസിൻ കണ്ടു. ഞാൻ ആ മാഗസിൻ ഇങ്ങനെ എടുത്ത് മറച്ചു നോക്കിയപ്പോഴത്തേക്കിനും നമ്മൾ ഈ റെൻ്റേ കാറല്ലേ, അതേപോലെ തന്നെ റെൻ്റേ ഫ്ലൈറ്റാണ് ബേസിക്കലി. അതായത് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് റെൻ്റേ കാർ പോലെ നിങ്ങൾക്ക് വിമാനം എടുത്തിട്ട് റെൻറ്റിനെടുത്തിട്ട് നിങ്ങൾക്ക് പറന്നു പോകാം എങ്ങോട്ടാന്ന് വെച്ചാൽ. അങ്ങനെ കൊടുക്കുന്ന കമ്പനികളുടെ സർവീസുകളൊക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മാഗസിൻ. അത് ബേസിക്കലി നടക്കുന്ന അവിടുത്തെ ബിസിനസ്സുകളാണ്. ഇപ്പോൾ കാർമാക്സ് എന്ന് പറഞ്ഞ US-ലെ കമ്പനി ഉണ്ട്, പ്രിയോണ്ട് കമ്പനി. അതെ, അവർ ഒരു മാസം 1,25,000 കാർ വിൽക്കുന്നുണ്ട്, പ്രിയോണ്ട് കാർസ്. ഓക്കെ. ഇപ്പോൾ ചൈനയിൽ താങ്കൾ പോയിട്ടുണ്ടാവും, 3000 കാറൊക്കെ ഉള്ള ഒറ്റ ഷോറൂമുണ്ട്. അതെ അതെ. അപ്പോൾ ഇത് വേൾഡിൽ എല്ലായിടത്തും ഈ പ്രിയോണ്ട് ഇൻഡസ്ട്രി ഇത്രയും ബൂമായി നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ടാക്സേഷനും കാര്യമൊക്കെ ഒന്നും കൂടി നല്ല രീതിയിൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു ഫ്ലോ ഉണ്ട്. ഇപ്പോൾ ബൈക്കിൽ നിന്ന് ആളുകൾ കാർ കയറും, അവർ ഒരു ഇന്ത്യൻ കാർ കയറും, അതിന് ശേഷം ഒരു ജാപ്പാൻ കാർ കയറും, അത് കഴിഞ്ഞ് നമ്മൾ ഈ ഹോമോസാപ്പിയൻസ് പറയും പോലെ ആ ജപ്പാൻ കാറിൽ നിന്ന് ഒരു ജർമ്മൻ കാർ കയറും, അവിടുന്ന് അവർ ലക്ഷറി കയറുക. ഈ ഒരു പ്രോസസ്സിലൂടെ ഇത് വളർന്നു വരുന്നത്. അപ്പോൾ ഇന്നും ഈ ബൈക്ക് എത്താത്ത കുറേ ആളുകളും നാട്ടിലുണ്ട്. അപ്പോൾ ഈ ആളുകളൊക്കെ അടുത്തൊരു 10 വർഷം കൊണ്ട് ഒന്നുകിൽ ഒരു ജർമ്മൻ കാറിലോ ലക്ഷറിയിലോ അല്ലെങ്കിൽ ഒരു ജപ്പാൻ കാറിലൊക്കെ എത്തി നിൽക്കുന്നുണ്ടാവും. ഇത് വരുന്നതോടുകൂടി ഈ ഏരിയ മൊബിലിറ്റി നിർബന്ധമാണ്. മനുഷ്യർക്ക് എന്തായാലും നിർബന്ധമുള്ള സാധനം, അത് വികസിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ നാടിനും ഈ ഭൂമി സാധ്യതകളാണ് ഭയങ്കരമായി. ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമാകുന്ന ചോദ്യമായിരിക്കും. ഒരാളൊരു വണ്ടി വാങ്ങാൻ പോകുമ്പോൾ പുതിയ വണ്ടി വാങ്ങണോ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങണോ? അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്. ഇപ്പോൾ റോയൽ ഡ്രൈവിൽ നിന്ന് ഇപ്പോൾ ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ താങ്കളിപ്പോൾ 1 കോടി രൂപയുടെ ഒരു പുതിയ വാഹനം വാങ്ങി, 1 കോടി രൂപയ്ക്ക് റോയൽ ഡ്രൈവ് എന്നൊരു വാഹനം വാങ്ങാമെന്ന് സങ്കല്പിച്ചാൽ അതിൻ്റെ ചെറിയ പെട്ടെന്ന് പറയാം. പുതിയ കാർ വാങ്ങുന്നവൻ 1 കോടി രൂപയ്ക്ക് 1 കോടിയുടെ കാറിൻ്റെ ക്ലബിലാണ് കയറുന്നത്. അതൊരു പ്രിയോണ്ട് ആകുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ 1.5 കോടിയുടെ 2 കോടിയുടെ ക്ലബിൽ കയറും. താങ്കളിത് C ക്ലാസ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നതും S ക്ലാസ് ആയിട്ട് താങ്കൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ സോഷ്യൽ വാല്യൂ പ്ലസ് അതിൻ്റെ ബാക്കിയുള്ള സേഫ്റ്റി ആയാലും നേരത്തെ പറഞ്ഞ എല്ലാ ആനുകൂല്യം, അതായത് നമ്മൾ ഒരേ പൈസയ്ക്ക് നമ്മൾ അടുത്ത ക്ലബിലെത്തുന്നു എന്നുള്ളതാണ്. നമ്മളൊരു ബിസിനസ് ക്ലാസ് ടിക്കറ്റിൻ്റെ പൈസയ്ക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്തു. സിമ്പിളായിട്ട് താങ്കൾ എപ്പോഴും അത് ആസ്വദിക്കുന്ന ആളായതുകൊണ്ട്. അത് ആസ്വദിക്കുന്നതിൻ്റെ അല്ല, ഈ ലക്ഷറി വണ്ടിയുടെ പോലെയാ. വൺസ് ലക്ഷറി വണ്ടി വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ അത്. അപ്പം ഞാൻ അതിനു വേണ്ടി ഇച്ചിരി വൈകിയാണെങ്കിലും ഇച്ചിരി കറങ്ങിയാണെങ്കിലും ഇച്ചിരി റേറ്റ് എൻ്റെ ബഡ്ജറ്റിനുള്ള റേറ്റ് ഞാൻ നോക്കിയെടുക്കും. അതാണ് പരിപാടി. അത് മനുഷ്യൻ്റെ പ്രത്യേകത. വൺസ് എക്സ്പാൻഡ് ചെയ്താൽ പിന്നെ നമുക്ക് ചുരുക്കാൻ പറ്റും. രണ്ടാമത് ഇപ്പോൾ 1 കോടിക്ക് താങ്കളൊരു വണ്ടി പുതിയത് വാങ്ങണം, ഒരു കമ്പനി ഓണർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടാക്സ് അടക്കുന്ന വ്യക്തിയാണ്, അതേ പൈസയ്ക്ക് ഒരു പ്രിയോണ്ട് വാങ്ങിയാൽ 1 വർഷം കഴിഞ്ഞ് ഈ 2 വണ്ടിക്കും ഒരേ അളവിലാണ് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുക. ഒരിക്കലും പ്രിയോണ്ടാണ് എന്ന് കരുതിയിട്ട് ഡിപ്രിസിയേഷനിൽ ഡിഫറൻസ് ഇല്ല. ഇത് പലർക്കും ഒന്നും അറിയില്ല. പക്ഷെ അത്
കിട്ടണമെങ്കിൽ റോയൽ ഡ്രൈവ് പോലത്തെ സ്ഥാപനങ്ങൾ GST ബില്ലോട് കൂടി വാഹനം പർച്ചേസ് ചെയ്താൽ അടുത്ത വർഷം നമ്മൾ ടാക്സ് അടക്കുമ്പോൾ ആ ഡിപ്രീസിയേഷൻ നമുക്ക് ക്ലെയിം ചെയ്ത് ടാക്സ് ബെനിഫിറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായി. പിന്നെ ആളുകളുടെ ഒരു ചിന്ത, പണ്ട് ഒരു കാറ് അംബാസിഡറുള്ള കാലം അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് വരെ 5 വർഷമൊക്കെ ഒരാൾ ഒരു വണ്ടി അല്ലെങ്കിൽ 10 വർഷം വരെ വണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, സിംഗിൾ ഓണർ 10 ഇയർ എന്നൊക്കെ പറഞ്ഞു. ഇന്ന് അത് മാറാനുള്ളൊരു കാരണം ഈ പ്രിയോണ്ടാണ്. കാരണം ഒരു ന്യൂ കാർ വാങ്ങി നമുക്ക് പിറ്റത്തെ ദിവസം തന്നെ ഒരു 20 to 30 അല്ലെങ്കിൽ 40% ഡിപ്രീസിയേഷൻ വരിക. ആ വ്യക്തി അപ്പോൾ എന്ത് ചെയ്യും, ഏതായാലും ഒരു 3 ഇയർ ആയാലും അത് ചിലപ്പോൾ 30 ഉള്ളത് 40 ആവുള്ളൂ അല്ലെങ്കിൽ 50 ആവുള്ളൂ. ചെറിയ ഡിഫറൻസ് ആണ് ബൈ എമൗണ്ടിൽ വരിക. അപ്പോൾ അദ്ദേഹം ഒരു 3 to 5 ഇയർ ഉപയോഗിക്കാം എന്നൊരു കൺസെപ്റ്റിൽ പോകും. അതേസമയം ഒരു പ്രിയോണ്ട് വാങ്ങിയ ഒരാൾക്ക് അടുത്ത വർഷം ഈ വണ്ടി വിൽക്കുമ്പോൾ വളരെ ചെറിയ ഡിപ്രീസിയേഷനിൽ തന്നെ അടുത്ത പ്രൊഡക്റ്റിൽ, അതായത് ന്യൂ കാർ വാങ്ങിയ ആൾ 5 കൊല്ലം ഒരു വണ്ടി ഉപയോഗിക്കുമ്പോൾ ഒരു പ്രിയോണ്ട് സ്ഥിരമായി വാങ്ങുന്ന ഒരാൾക്ക് 2 or 3 വ്യത്യസ്തമായ അദ്ദേഹത്തിൻ്റെ അഭിരുചിക്ക് അനുസരിച്ച് ഒരു BM ഉപയോഗിച്ച് ഒരു വർഷം അദ്ദേഹം തോന്നുകയാണ് അടുത്ത വർഷം ബെൻസ് ഉപയോഗിക്കാം, പിറ്റത്തെ വർഷം ഔഡി ഉപയോഗിക്കാം. അങ്ങനെ ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടി കൂടുന്നത് പ്രിയോണ്ടില്ല. കാരണം നമ്മൾ വാഹനം ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ഡിപ്രീസിയേഷൻ ന്യൂ കാറിനെ അപേക്ഷിച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേൾഡിലൊരു കണക്കുണ്ട് 1:4 എന്നുള്ളത്. ഒരു ന്യൂ കാർ വിൽക്കുമ്പോൾ 4 പ്രിയോണ്ട് കാറ് മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട് ലോകത്തെല്ലായിടത്തും. ഇന്ത്യ 1:2 നിൽക്കുന്നത്. അതിൻ്റെ കാരണം ഈ ഗാഡ് കരാറിന് ശേഷമാണ് 2007-8 ശേഷമാണ് വിദേശ കമ്പനികൾ ഇന്ത്യയിൽ ഇപ്പോൾ മെഴ്സഡസും ബെൻസൊക്കെ ഔദ്യോഗികമായി വന്നത്. അതിൻ്റെ മുമ്പ് ഇമ്പോർട്ട് ചെയ്ത് കാറുകൾ വന്നിരുന്നു. അപ്പോൾ നമ്മളെ രാജ്യം കുറച്ചുകൂടി, ഇപ്പോൾ ശ്രീലങ്കയിൽ താങ്കൾക്കറിയാം ഇവിടത്തേക്കാൾ വാഹനങ്ങളുണ്ട്. നമ്മളവിടെ പല അല്ലെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ പോയാൽ നമ്മൾ തൊട്ടടുത്തുള്ള, ഞാൻ പറഞ്ഞത് നമ്മളെക്കാൾ സാമ്പത്തികമായി കുറഞ്ഞ ആളുകളാണെങ്കിലും അവിടേക്ക്, കാരണം അവിടേക്ക് ഇറക്കുമതിക്ക് റെസ്ട്രിക്ഷൻ ഇല്ല. ജപ്പാനിൽ നിന്ന് എല്ലാ വണ്ടികളും വരാം. അപ്പോൾ അവർക്ക് വളരെ ചീപ്പായിട്ട് അവിടെ എല്ലാ വണ്ടികളും ഉണ്ട്. സെക്കൻഡ് വണ്ടികൾ വരാം. ഇന്ത്യയിൽ 2008 വരെ വിദേശ വണ്ടികൾ അനുവദിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 8 ശേഷമാണ് ഇവിടെ ഈ വിദേശ ബെൻസും BM ഒക്കെ ഇത്ര സുലഭമായത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഷോറൂമുകളും ആ ചാനൽ വഴി വാഹനങ്ങളൊക്കെ ലഭിക്കാൻ തുടങ്ങി കസ്റ്റമർക്ക് ഈസി ആയിട്ട്. മറ്റേത് ഇമ്പോർട്ട് ചെയ്ത് മാത്രം കൊണ്ടുവരുന്ന അതിസമ്പന്നരായ ഒരു ഗണത്തിൽ മാത്രം പെട്ട ഒരു സാധനമായിരുന്നു അംബാസിഡറും കോണ്ടസി അല്ലാത്ത കാറുകൾ. അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇന്ത്യക്ക് ഈ ഒരു ബൂമിങ് ഇനി വരുന്ന ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ നടക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും ഒരുപാട് പേര് കാറില്ലാത്തവരുണ്ട്, ബൈക്കില്ലാത്തവരുണ്ട്. അവരൊക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, താഴേക്കല്ല വളരുന്നത്. ആ അപ്ഡേഷൻ തീർച്ചയായിട്ടും നമ്മുടെ മുന്നോട്ടുള്ള ശരിക്കും നമ്മളൊരു പുതിയ വണ്ടി എടുക്കുമ്പോഴത്തേക്കിനും 15 വർഷത്തേക്കുള്ള ടാക്സ് ആണ് ഒരുമിച്ച് സർക്കാരിന് കൊടുക്കുന്നത്. അതും ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ 5 ഇയർ ടാക്സേ ഉള്ളൂ. നമ്മൾ ഒരു പുതിയ വാഹനം വാങ്ങുമ്പോൾ 5 വർഷത്തെ ടാക്സ് അടച്ചാൽ മതി. ഞാൻ 15 കൊല്ലം ഉപയോഗിക്കാത്ത വണ്ടിക്ക് ഞാൻ 15 കൊല്ലത്തെ ടാക്സ് സർക്കാർ പിടിച്ചു പറിച്ച് വാങ്ങിക്കുകയാണ്. ശരിക്കും അതുപോലും വർഷാവർഷം വാങ്ങുന്ന രീതിയിലേക്ക് മാറണമെന്നാണ്. പല നിയമങ്ങളും മാറേണ്ടതായിട്ടുണ്ട്. ആക്ച്വലി ഒരുപാട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ഇംപ്ലിമെന്റ്. ഇപ്പോൾ ഭാരത് രജിസ്ട്രേഷൻ അതിൽ ഈ കൺസെപ്റ്റാണ് എല്ലാവർക്കും പറ്റില്ലല്ലോ. ആ കൺസെപ്റ്റിനെ ക്ലിയർ ചെയ്ത് എല്ലാവർക്കും പറ്റുന്ന രീതിയിലാക്കിയാൽ അതെ ഈ വിഷയം തീർന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കിനും ആളുകൾ നിങ്ങളുടെ കച്ചവടത്തിന് അത് അഫക്ട് ചെയ്യുമോ? ഇല്ല. നമ്മളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് പുതിയതിന്റെ വില, അതിനനുസരിച്ച് പ്രിയോണ്ടിന്റെ വില മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഒരു ചേഞ്ച് വരുന്ന സമയത്തുള്ള നമ്മൾ ആ സ്റ്റോക്കിൽ വരുന്ന മാത്രം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത വാഹനങ്ങൾ പെട്ടെന്നൊരു നിയമം മാറുമ്പോൾ, ഇപ്പോൾ നോട്ട് നിരോധനം വന്നപ്പോൾ പിറ്റേന്നൊരു വ്യത്യാസം വന്ന പോലെ കയ്യിൽ നോട്ട് ഉണ്ടെങ്കിൽ പ്രശ്നമാണ്, ഇല്ലെങ്കിൽ ബാങ്കിലാണെങ്കിൽ സേഫ് ആയിരുന്നല്ലോ. അതേപോലെ നമ്മൾ സ്റ്റോക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ മാത്രം ചെറിയൊരു ബുദ്ധിമുട്ട് വരും. അത് അഡാപ്റ്റീവ് ഒരു 1-2 മാസങ്ങളുടെ പ്രശ്നമുള്ളൂ. നമുക്ക് സമയത്തിനനുസരിച്ച് അതിനെ സ്ട്രാറ്റജി എടുത്ത് പോകാൻ കഴിയുന്നതേ ഉള്ളൂ. ഒരു കാര്യം കൂടെ ചോദിക്കുക, അതിനോടനുബന്ധിച്ച് ഓർമ്മ വന്ന കാര്യമാണ്. ഡൽഹിയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഇപ്പം വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കച്ചവടം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളാണ് കൂടുതൽ അങ്ങനെ ചെയ്യുന്നത്. പല ഇൻഡിവിജ്വൽസ് ചെയ്യുന്നുണ്ട്. അവിടെ പോയി എവിടെന്നെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് വരും. ഒത്തിരി ആൾക്കാർ പറ്റിക്കപ്പെടുന്നുമുണ്ട്, പ്രത്യേകിച്ച് അവിടെ തന്നെ. അതിനകത്ത് പല കാര്യം ഓണർഷിപ്പ് ചേഞ്ചിൻ്റെ സമയത്താണെങ്കിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ പറ്റിക്കപ്പെടുന്നുമുണ്ട്. അങ്ങനെ ഡൽഹിയിൽ നിന്നും, ഇപ്പോൾ നിങ്ങളും ഡൽഹിയിൽ നിന്നൊക്കെ വണ്ടി കൊണ്ടുവരാറുണ്ടാവുമായിരിക്കുമല്ലോ, എല്ലാവരും ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്താണ് ബേസിക്കലി ഇപ്പോൾ നടക്കുന്നത് ആ ഒരു കാര്യത്തിൽ?
ഞങ്ങളിപ്പോൾ എൻ്റെ പ്രൊക്യൂർമെൻറ്റ് ടീം ഒരു മാസം ഡൽഹിയിൽ ഫ്ലാറ്റ് റെൻറ്റിനെടുത്ത് താമസിച്ചു. ഏകദേശം ഒരു അതിശയോക്തിയില്ലാതെ പറയാം 100ൻ്റെ അടുത്ത് വാഹനങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് 3 വാഹനമാണ് പർച്ചേസ് ചെയ്യാൻ പറ്റിയത്. ഇതിലൊരു വിഷയം എവിടെ വെച്ചാൽ ഡൽഹിയിൽ വിലക്കുറവിൽ വാഹനം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 3 എന്ന് പറയുന്നതാണ് 3%. അപ്പോൾ ഇതിൽ ഒന്നുകിൽ ഇതിൻ്റെ ഓണറെ കയ്യിലാവില്ല വണ്ടി, ഓണർ വിറ്റ് 2-3 ആൾ കൈമാറി പോയിട്ടുണ്ടാവും, വേറെ ആരോ കയ്യിലാണ്. അത് ആസ് പെർ ഞങ്ങളെ പോളിസി ഞങ്ങൾ ഒരിക്കലും പർച്ചേസ് ചെയ്യില്ല. കാരണം ഒരു ഓണറായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്താൽ തന്നെ ഇതിൽ ഒരുപാട് അപകടങ്ങളുണ്ട്. പിന്നെ ഇതല്ലാത്തൊരു തേർഡ് പാർട്ടിക്ക് പേയ്മെൻറ്റ് കൊടുത്ത് നാളെ ഒരു ഇഷ്യൂ വന്നാൽ ഓണറെടുത്ത് നമുക്ക് ആരെയും അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ 1. 2, അവിടുത്തെ വർക്ക്ഷോപ്പുകളുടെ ക്വാളിറ്റി. ഇപ്പോൾ കേരളത്തിൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ പോലെ തന്നെ ഇവിടുത്തെ വർക്ക്ഷോപ്പുകൾ അത്യാവശ്യം സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഒരു വാഹന ആളുകൾ കമ്പനി അല്ലാത്തൊരു സ്ഥലത്ത് OEM അല്ലാത്തൊരു സ്ഥലത്ത് സർവീസ് ചെയ്യുന്ന വാഹനത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഞങ്ങളൊരു വാഹനം നോക്കുമ്പോൾ അതിൻ്റെ സ്പീക്കർ വയർ എനിക്ക് അവിടുന്ന് പയ്യന്മാർ ഫോട്ടോ എടുത്ത് വെച്ച് നമ്മളെ വീട്ടിലൊക്കെ 2 വയർ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച വയർ, ഈ വയർ ഉപയോഗിച്ച് സ്പീക്കറിന് കണക്ഷൻ കൊടുത്ത് മെഴ്സിഡസ് ബെൻസിന്. അപ്പോൾ എന്താ വെച്ചാൽ അത് റോഡ് സൈഡിലെ ഒരു മെക്കാനിക്കാണ് അത് റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ പരിപാലിക്കപ്പെടാത്ത വാഹനങ്ങൾ. പിന്നെ നമുക്കൊരു വാഹനം എന്ന് പറയുമ്പോൾ പല ആളുകളും ഇപ്പോൾ പ്രത്യേകിച്ച് ലക്ഷറി വളരെ ശ്രദ്ധിച്ച് ഡ്രൈവർ നോക്കി അല്ലെങ്കിൽ സ്വന്തം ഡ്രൈവ് ചെയ്യാണ്, വളരെ വൃത്തിയിലും ഇതിലാണ് ഉപയോഗിക്കുന്നത്. അവരൊരു 3 വർഷം കഴിയുമ്പോൾ അവരത് വാഹനങ്ങൾ പുതിയത് എടുക്കും. ഈ വാഹനം ചിലപ്പോൾ അവരുടെ വീട്ടിൽ സെക്കൻഡ് വാഹനമായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ അവരുടെ മാനേജേഴ്സ് ഉപയോഗിക്കുന്നുണ്ടാവും. പിന്നെ അതിലൊരു കാരണം കൂടി പറയാനുണ്ട്. കേരളത്തിൽ ഒരു S-Class ഉപയോഗിക്കുന്ന കസ്റ്റമർ, ഇതേ കസ്റ്റമർ ഡൽഹിയിലാണെങ്കിൽ ആൾ ചിലപ്പോൾ C-Class എടുക്കും, അല്ലെങ്കിൽ ഒരു ഇന്നോവ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞ ഒരേ സാമ്പത്തിക ആയിട്ടുള്ള ആളാണെങ്കിലും, അതായത് ഇവിടെ നമ്മളെ ആക്ച്വൽ എന്താണ് അതിൻ്റെ മുകളിലാണ് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ. അവിടെ അതേ കസ്റ്റമർ ഇവിടെ C-Class എടുക്കുന്ന ഇവിടെ S-Class എടുക്കുന്ന കസ്റ്റമർ ഡൽഹിയിലാണെങ്കിൽ അദ്ദേഹം അത് C-Class എടുക്കുള്ളൂ, അല്ലെങ്കിൽ താഴെ എടുക്കുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും ശ്രദ്ധ കുറഞ്ഞ സാധനമാണ് വാഹനം എന്ന് പറഞ്ഞാൽ. അവർക്ക് അത് മെയിൻ്റെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 വർഷമൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ അത് ആർക്കെങ്കിലും അവരെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഈ മാനേജേഴ്സിനൊക്കെ കൊടുക്കും. ഈ വാഹനമാണ് പിന്നെ നമുക്ക് വില കുറഞ്ഞ് കിട്ടുന്നത്. അവർ ആദ്യത്തെ ആൾ മെയിൻറ്റെയിൻ ചെയ്ത പോലെ മെയിൻറ്റെയിൻ ചെയ്യില്ല, ആദ്യത്തെ ആൾ പാർക്ക് ചെയ്ത പോലെ ചെയ്യില്ല. അപ്പോൾ ഇത്തരത്തിൽ വാഹനത്തിൻ്റെ ക്വാളിറ്റി, ഇതേപോലെ വർക്ക്ഷോപ്പിൻ്റെ ക്വാളിറ്റി കുറവ്, അതിലപ്പുറം ഈ പേപ്പറിലുള്ള ബുദ്ധിമുട്ടുകൾ, അത് കറക്റ്റായിട്ട് നോക്കാനും അറിയാതെയൊക്കെ വാങ്ങിപ്പെടുന്നു. ഒറിജിനൽ RC ഓണർ അല്ലാത്ത ആളെ ഇന്ന് വാങ്ങുന്നു. പിന്നെ ഏത് ലക്ഷറി കാറിനും ഒരു 5 മിനിറ്റിലെ ഇൻസ്പെക്ഷനൊക്കെ പരിമിതിയുണ്ട്. അതൊന്ന് നല്ല രീതിയിൽ ഓടിച്ചു നോക്കി ടെസ്റ്റ് ഡ്രൈവ് എടുത്താൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇത് കാരണമാണ്. പക്ഷേ നോക്കി കണ്ടും പഠിച്ചും നല്ല എക്സ്പേർട്ടുകളും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ അതിനൊരുപാട് ടൈമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നമ്മൾ 1 മാസമോ 15 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യണം. നമ്മളെ വെരിഫൈ ചെയ്യാൻ പറ്റണം. കാരണം അവിടെയുള്ള നമ്മളോട് ഇത് സംസാരിക്കുന്ന ആളുകളൊന്നും നമ്മളെ ഈ നാട്ടിലെ പോലെയുള്ള ഒരു ബിസിനസ്സിലെ വാല്യൂസോ കൾച്ചറോ കീപ്പ് ചെയ്യുന്ന ആളുകളല്ല പല ഡീലേഴ്സ് പോലും. അവർ ആ കസ്റ്റമർ അന്ന് കാണുന്നു, അതോടുകൂടി മറക്കുന്നു. പിന്നെ വിളിച്ചാൽ പറയും ഞാൻ പ്രിയോണ്ടാണ് തന്നത്, ബൈ, വേറെ വർത്താനില്ല, അത്രയേ ഉള്ളൂ. പിന്നെ അതിലപ്പുറം RTO ബേസിലുള്ള ഇഷ്യൂസുകൾ, കോർട്ട് ഫൈനുകൾ പലതും അടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഡിലേ വരും ഫൈൻ അടക്കാൻ, NOC കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പല ആളുകളും കൊണ്ടുവന്ന് NOC കിട്ടാതെ കഷ്ടപ്പെടുന്നത്. വേറെ ഇയറിൻ്റെ പ്രശ്നം കൊണ്ടുള്ളതുണ്ട്, അതല്ലാതെ ഈ ഫൈനുകളെ ക്ലിയർ ചെയ്യാൻ പറ്റാത്ത പ്രശ്നം. പൈസ അടക്കാമെന്ന് പറഞ്ഞാലും അത് നടക്കാത്ത, കോർട്ടിൽ ചിലപ്പോൾ ഓണർ ഹാജരാവേണ്ട സ്ഥലം. UPയിലെ ചില സ്ഥലങ്ങളിൽ RC ഓണർ RTOയിൽ ചെന്നാലേ NOC കിട്ടുള്ളൂ. ഈ RC ഓണറെ കയ്യിൽ നിന്ന് വാഹനം പോന്നിട്ട് 4 മാസമായിട്ടുണ്ടാവും. അദ്ദേഹത്തെ പിന്നൊരു സമയത്ത് NOCക്ക് അദ്ദേഹത്തിൻ്റെ സമയത്തിന് പോയാലേ അത് നടക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം പഠിച്ച ഒരാൾക്ക് വാങ്ങാൻ കഴിയുമെങ്കിൽ പെർഫെക്റ്റ് ആണ്. അല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും പുതിയ വണ്ടി ഒരു വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾ പുതിയ വണ്ടിയാണോ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണോ എന്നുള്ളത് ആളുടെ തീരുമാനമാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം പൈസ ലാഭം വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ
പ്രിയോണ്ട് വണ്ടികൾ തിരഞ്ഞെടുക്കാം. അതും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. അതാണ് നമ്മളീ പറഞ്ഞതിൻ്റെ ഒരു സാരം അല്ലേ. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് അസ്. കുറേ കാര്യങ്ങൾ നമുക്ക് വണ്ടിയെ പറ്റിയും വണ്ടി കച്ചവടത്തെ പറ്റിയും ഒക്കെ പറഞ്ഞു തന്നു. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, വണ്ടി കച്ചവടം തുടങ്ങാൻ ആരംഭിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? അല്ല, വണ്ടി കച്ചവടം എന്ന് തുടങ്ങുന്നവരോട് ഉള്ളത്, ഇത് ഈ പറഞ്ഞ പോലെ എല്ലാ ബിസിനസ്സിലും റിസ്കുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഡെപ്ത് അറിയാതെ ഒരു കേക്ക് കട്ടിങ്ങോ ഒരു കാർട്ടൺ റേസിങ്ങോ അല്ല ഒരു കാറ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ അത് ഒരു വണ്ടി പർച്ചേസ് ചെയ്ത് മുതൽ ആ കസ്റ്റമറുടെ വീട്ടിലെത്തി ഒരു 15 ദിവസമെങ്കിലും അദ്ദേഹം ഉപയോഗിക്കുന്നത് വരെയുള്ള കാലയളവിനെ നല്ല രീതിയിൽ മാപ്പ് ചെയ്തുകൊണ്ടുള്ള മാത്രമാണ് ഈ ഒരു മേഖലയിൽ കടന്നു വരാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതിൻ്റെ പല ഭാഗങ്ങളും ഇനിയും ഒരുപാട് ട്രാൻസ്പെറൻസി വരേണ്ട ഒരുപാട് മേഖലകളുണ്ട്. പല ഇതിൻ്റെ കണ്ണികൾ എല്ലാം ഇപ്പോൾ ഞാൻ പറഞ്ഞ ദുൽഖറിനെ പോലെയുള്ള അവർ പോലും പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള കണ്ണികളുണ്ട്. നമ്മൾ കാണുന്ന എല്ലാ സംഭവങ്ങളും ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിന് വെഹിക്കിളിൻ്റെ ഇവാലുവേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ പേപ്പറിൻ്റെ ഇവാലുവേഷൻ ആയിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഓണർ ഇവാലുവേഷൻ കൂടി നടത്തിയാൽ മാത്രമാണ് ഒരു നല്ല വണ്ടി എന്ന് അതിന് പറയാൻ പറ്റുള്ളൂ. ഈ എല്ലാ ഘടകങ്ങളും വരുമ്പോൾ വെഹിക്കിൾ മാത്രം കണ്ടീഷൻ ആയാൽ പോരാ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതൊരു കച്ചവടമാണെങ്കിലും സിൻസിയറായിട്ട് കച്ചവടം ചെയ്താൽ ദീർഘകാലം കച്ചവടം ചെയ്യാം. തീർച്ചയായും. പിന്നെ ഒരു കമ്പനി ആളുകൾ ഒരു പ്രിയോണ്ട് ബിസിനസ്സിൻ്റെ ഏറ്റവും മൂല്യം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റാണ്. വൺസ് നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. മിസ്റ്റേക്കുകൾ, കംപ്ലൈൻറ്റുകൾ വരാം, പക്ഷേ ട്രസ്റ്റിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. നമ്മളെ വിശ്വസിച്ച് നമ്മളെ കയ്യിൽ നിന്ന് വാഹനം വാങ്ങുന്ന ഒരാളെ നമ്മൾ ഒരു പ്രാവശ്യം ചതിക്കാൻ പാടില്ല. ചെറിയ ലാഭത്തിന് വേണ്ടി കൊടുക്കാൻ പാടില്ല. അതെ. അപ്പോൾ നമുക്കൊരു ലോങ് ടൈം വളരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷത്തോടുകൂടി പറയാൻ പറ്റുന്നത് ഇപ്പോൾ 10 വർഷം പിന്നിട്ടതും ഇത്തരം കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ടാണ്. ഞങ്ങൾക്ക് റിപ്പീറ്റ് കസ്റ്റമേഴ്സ്. കാരണം അവർ പറ്റിക്കപ്പെടുന്നില്ല എന്ന വിശ്വാസത്തിലാണ് അവർ വീണ്ടും റിപ്പീറ്റ് നമ്മളടുത്ത് വരുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്താൽ ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ അത് പ്രകൃതിയുടെ പ്രോസസ്സാണ്. നമ്മൾ ആ മാർക്കറ്റിൽ ഉണ്ടാവില്ല. നമ്മൾ എന്ത് മാർക്കറ്റിംഗ് സ്റ്റണ്ട് നടത്തിയിട്ടോ എന്ത് പരസ്യം ചെയ്തിട്ടോ ആരെ ബ്രാൻഡ് അംബാസഡർ ആക്കിയിട്ടോ ഒരു കാര്യമില്ല. എൻ്റെ യൂസർക്ക് ഇപ്പം ഞാൻ ആസ് എ ഫൗണ്ടർ ഞാൻ പറയുന്ന ബെനിഫിറ്റ് എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങിയ എൻ്റെ യൂസർക്ക് കിട്ടാത്തോടത്തോളം കാലം ഞാൻ എത്ര മാർക്കറ്റിംഗ് സ്പെൻഡ് ചെയ്താലും, പണ്ട് നമുക്ക് മാർക്കറ്റിംഗ് സ്പെൻഡ് ചെയ്ത് TV ഇതിലൊക്കെ ആയിരുന്നു. ഇന്ന് അതെന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. 2 മിനിറ്റിൽ റിപ്ലൈ അറിയാൻ പറ്റും. ഗൂഗിൾ റിവ്യൂ അല്ലെങ്കിൽ മറ്റുള്ള ഇത്, അതുപോലെ തന്നെ കണക്ട് ചെയ്യാനും. ഇപ്പം ഏതൊരാളെയും ആളുകൾ കണക്ട് ചെയ്യാൻ എളുപ്പം. പ്രത്യേകിച്ച് ഒരു 1000 ഫോളോവേഴ്സ് പോലും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം ആളുടെ പ്രൊഫൈലിൽ തന്നെ ഇട്ടാൽ മതി, അത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കോളും. അതെ. അങ്ങനെയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു. തുടർന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. കൂടുതൽ വണ്ടികൾ പല ആൾക്കാരുടെയും സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. വെൽക്കം. ബൈ.